Hello, Namaskaram. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian. Good evening, everyone. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു മാരത്തൺ ഇംഗ്ലീഷ് മാരത്തണുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ മാരത്തണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ESICയുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ESICയുടെ എക്സാംസ് വരാൻ പോവാണ് മാർച്ച് 17-ാം തീയതിക്കുള്ളിൽ. മാർച്ച് 17-ാം തീയതി 17 അല്ല 19 ആണ് നമ്മളിപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഫെബ്രുവരി 15-ാം തീയതി വരെയാണ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കേട്ടോ. UDC സ്റ്റെനോഗ്രാഫർ MTS വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ ചെയ്തിടുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഏതൊരു എക്സാമും അപ്രോച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേക്കൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് അറിയാലോ ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2019 തൊട്ട് മുന്നേ നടന്നത് 2019-ലാണ്. 2019-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് പാറ്റേൺ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷിലെ UDC MTSന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് കഴിഞ്ഞ 2019 എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ സെഷൻ. ഇംഗ്ലീഷ് മാത്രമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഇത് നമ്മുടെ റെഗുലർ ടൈമാണ് 6 to 8 2 hours മാരത്തൺ സെഷനാണ് ഇംഗ്ലീഷിൻ്റെ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, എല്ലാ പ്രൊഡക്റ്റുകൾക്കും. അപ്പോൾ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു ഓൺലൈൻ കോഴ്സ് നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ എടുത്താലും നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട്. Ada 24/7 ആപ്പ് വഴിയും ada247.com എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് വഴി കയറുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് നോക്കുക, കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട കാര്യം Y314 Y314 എന്നതിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. അത് മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ESICയുടെ UDC അതുപോലെ MTSന്റെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചു 5-ാം തീയതി. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആരംഭിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ പാനൽ സജ്ജമായിട്ടിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഡെയിലി 4 ക്ലാസ്സുകളാണ് പോകുന്നത്. ഓരോ മണിക്കൂറിൻ്റെ 4 ക്ലാസ്സുകൾ. 9 മണിക്ക് തുടങ്ങുന്നു, 10 മണി വരെ. പിന്നെ 11 to 12, പിന്നെ നമുക്ക് 4 മുതൽ 5, പിന്നെ വീണ്ടും രാത്രി 9 മുതൽ 10. അങ്ങനെയാണ് കേട്ടോ. 2 ഈവനിങ് സെഷനും 2 മോർണിംഗ് സെഷനും അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ബാച്ച് ഇതാ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി ആരംഭിക്കുന്ന ഒരു ലോങ് ബാച്ചാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ബാച്ച്. അപ്പോൾ ഈ ജൂലൈ 16 ഫെബ്രുവരി 16 ആരംഭിച്ച ജൂലൈ 10 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചാണ്. ഇതിൽ 4 ക്ലാസ് ആഴ്ചയിൽ ഉണ്ടാവുള്ളൂ. 2 സെഷൻസേ ഉള്ളൂ. 1.5 മണിക്കൂറിൻ്റെ 2 ഈവനിങ് സെഷൻസ് 6 മുതൽ 7:30 വരെയും 8:30 മുതൽ 10 മണി വരെയും. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാനുള്ളവർ, കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതിയിട്ട് ആകപ്പാട് ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണെങ്കിൽ പോരുക. പുതിയ മോഡലിലാണ്, പുതിയ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. ഓക്കെ. അതുകൂടാതെ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ സെലക്ഷൻ ബാച്ച് നമ്മൾ ആരംഭിച്ചിരുന്നു ജനുവരി 31-ാം തീയതി. ക്ലാസ്സുകൾ നന്നായി നടക്കുന്നുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. Ada 24/7 എല്ലാ കോഴ്സുകൾക്കും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ SSCയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. CHSL എക്സാംസിന് വേണ്ടി ടോപ്പേഴ്സ് ബാച്ച് 23-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 3 1.5 മണിക്കൂർ ക്ലാസ്സുകളാണ് വരുന്നത്. 11 to 12:30, പിന്നെ 3 മുതൽ 4:30, 9 മുതൽ 10:30 വരെ. അങ്ങനെയുള്ള 3 1.5 മണിക്കൂർ സെഷനോടുകൂടി SSC നമ്മൾ തുടങ്ങുകയാണ്. 2 മാസത്തെ കോഴ്സാണ്. 180+ അവേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കുക. നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പോകാൻ പോകുന്നത്. സൺഡേ മാത്രം ഓഫുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സുകൾ പോകും. അത് പറഞ്ഞു വരുവാണെങ്കിൽ ഏപ്രിൽ മാസം 16-ാം തീയതി വിഷുവിൻ്റെ പിറ്റേന്ന് അവിടെ നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ഏതായാലും നമുക്ക് 20-ാം തീയതിക്ക് ശേഷമാണ് എക്സാംസ് വരുള്ളൂ. അതിനുള്ളിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കളയും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്, പുഷ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പുഷ് ചെയ്യുക. നോട്ട് ബിക്കോസ് വാട്ട്, എന്തുകൊണ്ടാണ്? നോ വൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. വേറെ ആരും ഉണ്ടാവില്ല നിങ്ങളെ പുഷ് ചെയ്യാൻ, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യടാ അല്ലെങ്കിൽ ചെയ്യടി, ഇതൊന്നൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പറയാനോ, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറയാനും, പഠിക്കുന്ന കാര്യം പറയാനും ഒക്കെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സോ മേക്ക് ഷുവർ യു പുഷ് യുവർ സെൽഫ് കേട്ടോ. അവനവന് വേണ്ടിയിട്ട് അവനവൻ പുഷ് ചെയ്യുക, മറക്കണ്ടത്. ഓക്കെ. പിന്നെന്താ, നിങ്ങളും കൂടെ നമ്മുടെ സെഷൻ നമ്മൾ 6 മണിക്ക് തുടങ്ങിയാൽ 8 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. പെട്ടെന്ന് പോകും. നിങ്ങൾ സമയം പോകുന്നത് എന്തായാലും അറിയില്ല കേട്ടോ. പിന്നെന്താ, നിങ്ങളും കൂടെ. അപ്പോൾ ESICയുടെ ക്വസ്റ്റൻസ് പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് കണ്ട് കുറച്ച് വൊക്കാബും അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കാമല്ലോ. അതല്ലേ എവിടെ PYQ ഒക്കെ കണ്ടാലും ക്വസ്റ്റൻ പാറ്റേൺ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂടുക കേട്ടോ. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. യെസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാം. 2019-ലെ ആദ്യത്തെ ക്വസ്റ്റൻ പിടിച്ചു.
അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടോ അതനുസരിച്ചാണ് ഫോളോയിങ് ക്വസ്റ്റൻസ് പാറ്റേൺ നോക്കുന്നതാണ് ESICയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓൺലൈൻ എക്സാം ആണ്, അറിയാലോ. So, below a passage is given with 5 blanks labeled A to E. Below passage, 4 options are given for each blank. ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Choose the word that fits each blank appropriately in the context of the passage and mark the corresponding answer. എബില ഓർക്കുന്നുണ്ടോ? എബില എന്നോട് ചോദിച്ചിരുന്നു ക്ലോസ് ടെസ്റ്റ് ഒന്ന് ചെയ്തു തരുമോ മിസ്സേ എന്ന് ചോദിച്ചായിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ അന്ന് നമ്മൾ ടാറ്റിക് സീരീസിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ക്ലോസ് ടെസ്റ്റ് ഒന്ന് ചെയ്തു തരുമോ മിസ്സേ, കുറച്ച് ക്വസ്റ്റൻസ് വരുമെന്ന്. ഇത് ക്ലോസ് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റനാണ്. നമുക്കൊരു പാസേജ് കിട്ടും. പാസേജിൽ ചിലപ്പോൾ 10 ബ്ലാങ്ക്സ് ആയിരിക്കാം, ചിലപ്പോൾ 5 ബ്ലാങ്ക് ഒക്കെ വെച്ചിട്ട് ചോദ്യം ചോദിക്കും. പാസേജ് കംപ്ലീഷൻ എന്ന് പറയും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്, ഫില്ലേഴ്സ് ആണ് ചോദിക്കുക. അതിനാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയാം. അതിന് ഓപ്ഷൻസ് ആയിട്ട് 4 or 5 ഒക്കെ തരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓപ്ഷൻ നോക്കി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതാണ് നമ്മുടെ ക്ലോസ് ടെസ്റ്റുകളുടെ പ്രത്യേകത. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സിറിയൻ ഡെസേർട്ട് Satan told his disciples, human beings are always more dash about wishing evil on others than doing good to themselves. And to dash what he was saying, he decided to test 2 men who were resting dash. I have come to make your wishes come true, he said to one of them. Whatever you want will be given to you. Your friend will receive the same thing dash double. The man remained in silence for a long time, and then he finally said, my friend is dash because he will have double no matter what my wishes. But I have prepared a trap for him. My wish is that you make me blind in one eye. Okay? അപ്പോൾ നമ്മൾ ഒരു പാസേജ് ഇപ്പോൾ വായിച്ചു. ആ പാസേജിലെല്ലാം ബ്ലാങ്ക്സ് കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു, A to E ആണ്. 5 ബ്ലാങ്ക് ഉണ്ട്. ഓരോ ബ്ലാങ്കിനും ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ ബ്ലാങ്ക് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നോക്കാം. In the Syrian desert, Satan told his disciples, human beings are always more dash about wishing evil on others than doing good to themselves. നോക്കാം, ഇവിടെ കൊടുത്തേക്കുന്ന ബ്ലാങ്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ്, ഹ്യൂമൻ ബീങ്സ് കൊടുത്തിട്ടുണ്ട്. R എന്ന B ഫോമുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ B ഫോമുലേഷൻ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്താ വരാനുള്ള ഓപ്ഷൻ ഏതൊക്കെയാ? വേർബിന്റെ ING ഫോം വരാം, വേർബിന്റെ തേർഡ് ഫോം വരാം. പക്ഷെ തേർഡ് ഫോം ഇവിടെ വരത്തില്ല. കാര്യം എന്താ? ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് മോർ എന്ന് പറഞ്ഞു വരുന്നിട്ട് പാസിവൈസേഷൻ ഇല്ല. അപ്പൊ തേർഡ് ഫോം വരില്ല. ഒന്നെങ്കിൽ ING ഫോം, അല്ലെങ്കിൽ നമുക്ക് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ വരാം അല്ലെ, സ്റ്റേറ്റീവ് വേർബ് അല്ലേ. അതുകൊണ്ട് ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് മോർ ഡാഷ് അബൌട്ട് വിഷിംഗ് ഈവിൾ ഓൺ അതേഴ്സ് ദാൻ ഡൂയിങ് ഗുഡ് ടു ദംസെൽസ്. ഇതാണ് നമ്മുടെ മോർ കഴിഞ്ഞിട്ട്. മോർ ഒരു അഡ്ജക്റ്റീവ് ആണ്, നമുക്കറിയാം, ഡിറ്റർമിനർ ആണ്. അപ്പൊ അതിനുശേഷം വരുന്നത് അഡ്ജക്റ്റീവ് ആയിരിക്കാം നോർമലി വരേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണ്. അപ്പൊ എയിലെ ഓപ്ഷൻ ഇതാണ്: കൺസേൺഡ്, കൺട്രോൾഡ്, കൊളാപ്സ്ഡ്, ക്രമിൾഡ്, ക്രൈഡ്. ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. കൺസേൺഡ് ആണോ, കൺട്രോൾഡ് ആണോ, കൊളാപ്സ്ഡ് ആണോ, ക്രമിൾഡ് ആണോ, അതോ ക്രൈഡ് ആണോ? ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് മോർ ഡാഷ് about wishing evil on others than doing good to themselves. എന്ത് വരും? കൺസേൺഡ് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ആണ്, V3 ഫോമുലേഷൻ ആണ്, പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആണ്. കൺസേൺഡ്, കൺട്രോൾഡ്, കൊളാപ്സ്ഡ്, ക്രമിൾഡ്, ക്രൈഡ്. ഏത് വരും? ഡാഷ് അബൌട്ട്. ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് മോർ ഡാഷ് അബൌട്ട് വിഷിംഗ് ബാഡ് തിങ്സ് ടു അതേഴ്സ് ദാൻ ട്രൈയിങ് തിങ്സ്. എന്തായിരിക്കും വരിക ഇവിടെ? കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത് ഇവിടെ? ആലോചിച്ച് നോക്കിയേ. ആർ മോർ ഡാഷ് അബൌട്ട് വിഷിംഗ് ഈവിൾ ഓൺ അതേഴ്സ്. ആർ മോർ കൺട്രോൾഡ്, കൊളാപ്സ്ഡ്, ക്രമിൾഡ് ആണോ? മോർ കൺസേൺഡ് അല്ലെ, കൂടുതൽ താല്പര്യം. ഹ്യൂമൻ ബീങ്സ് കൂടുതൽ താല്പര്യം മറ്റുള്ളവരിൽ ഈവിൾ വരുത്താനാണ് അല്ലെ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പണി കിട്ടുവാണെങ്കിൽ സന്തോഷം. അതാണ് ഹ്യൂമൻ ബീങ്സ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞല്ല കേട്ടോ. ആൻഡ് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ് ഹി ഡിസൈഡഡ് ടു ടെസ്റ്റ് 2 men who were resting dash. നോക്കാം, ഇവിടെ 2 ബിയില് ചോദ്യം നോക്കാം. ആൻഡ് ടു ഡാഷ്, 2 വന്നിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം വരുന്ന ഏതായിരിക്കാം? 2 വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഓപ്ഷൻ ഏതായിരിക്കാം? ആൻഡ് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അങ്ങേര് പറഞ്ഞത്, സൈറ്റൻ പറഞ്ഞത് എന്താണ് ചെയ്യാൻ പോയത്? ആൻഡ് ടു ഡാഷ്. 2 കഴിഞ്ഞിട്ടുണ്ട് എന്ത് വരണം ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 2 കഴിഞ്ഞിട്ട് എന്ത് വരണം എന്നാണ് ഞാൻ പറഞ്ഞത്? 2 പ്ലസ് എന്ത് വരും എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഓർത്ത് വെച്ചോളാം. 2 കഴിഞ്ഞ് എന്താ വരേണ്ടത്? ബിയിൽ ഓപ്ഷൻ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. And to dismal, and to demonstrate, and to deter, and to determine,
and to draw. ഏത് വരാം? V1 അല്ലേ വരത്തുള്ളൂ. ഓഫ് കോഴ്സ് ഇതെല്ലാം V1 ആണല്ലേ? V1 ആണ്. V1 അല്ലേ വരൂ. 2 + V1 വരൂ. ഇൻഫിനിറ്റീവ് ആണെങ്കിൽ 2 + V1 വരുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പോൾ പഠിച്ചിട്ടുണ്ടത്. ദാ V1 വരണ്ടേ. അപ്പം ആൻഡ് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അങ്ങനെ പറയുന്ന എന്താണ്? അങ്ങനെ എന്ത് ചെയ്യാൻ പോവുമായിരുന്നു? ഡിസ്മൽ ചെയ്യാൻ പോവാണ്, ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാണ്, ഡിറ്റർ ചെയ്യാൻ പോവാണ്, ഡിറ്റർമൈൻ ചെയ്യാൻ പോവാണ്, ഡ്രോ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാ? Dismal, and to demonstrate what he was saying, and to deter what he was saying, and to determine what he was saying, and to draw what he was saying. അല്ലെ? കാണിച്ചു തരണം, ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ അവർ പ്രകടിപ്പിക്കും എന്ന് കാണിച്ചു തരണം. സോ കാണിച്ചു തരാന്ന് മീൻസ് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുക. ആൻഡ് ടു ഡിമോൺസ്ട്രേറ്റ് വാട്ട് ഹി വാസ് സേയിങ്. ആ പറഞ്ഞ കാര്യത്തെ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് അവതരിപ്പിച്ച് കാണിക്കുക. ഡിമോൺസ്ട്രേഷൻസ്, പ്രകടിപ്പിക്കുക, കാണിച്ചു തരിക. ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഡിമോൺസ്ട്രേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന. വാട്ട് ഈസ് ഡിമോൺസ്ട്രേറ്റ്? യു നോ അല്ലേ? അപ്പോ ഇനി തേർഡ് വൺ നോക്കിക്കേ, സി പാർട്ട് നോക്കിക്കേ. തേർഡ് വൺ ആണ് വാട്ട് ആൻഡ് ടു ഡിമോൺസ്ട്രേറ്റ് വാട്ട് ഹി വാസ് സേയിങ് ഹി ഡിസൈഡഡ് ടു ടെസ്റ്റ് 2 men who were resting dash. they were resting എന്ത്? they were resting വരെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ റെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? റെസ്റ്റിംഗ് or something like that. നോക്കാം. റെസ്റ്റിംഗ് നിയർ ബൈ, റെസ്റ്റിംഗ് nascent, റെസ്റ്റിംഗ് naive, റെസ്റ്റിംഗ് narcissistic, റെസ്റ്റിംഗ് novel. ഏതായിരിക്കും വരുന്നത്? അപ്പൊ രണ്ടാൾക്കാരെ ടെസ്റ്റ് ചെയ്യാൻ അങ്ങേര് തീരുമാനിച്ചു, ഡെമോൺസ്ട്രേറ്റ് ചെയ്താൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്യുമെന്നിരിക്കുമായിരുന്നു? they were resting nearby, nascent, naive, narcissistic or novel. എന്ത് വരും? പറയാ, ആൻസർ പറയൂ. പറഞ്ഞു. റെസ്റ്റിംഗ് നിയർ ബൈ, അടുത്ത് അല്ലെ? അവിടെ അടുത്ത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നിയർ ബൈ. നെയ്സെന്റ് അല്ല. നെയ്സെന്റ് എന്ന് പറഞ്ഞാൽ യങ്, ഫ്ലറിഷിങ്, വന്നുകൊണ്ട് തുടക്കക്കാർ, ബിഗിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. നൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഗ്രീൻ ആണെന്നൊക്കെ നമ്മൾ പറയും. നാർസിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവനവനെ കുറച്ച് നല്ല മതിപ്പല്ല, എന്താ പറയാം, അത് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, സ്വന്തം വലിയ ഭംഗി ആസ്വദിക്കുന്ന ഒരാളെയാണ് നാർസിസ്റ്റ് എന്ന് പറയാം. ആൻഡ് നോവൽ മീൻസ് ന്യൂ അല്ലെ? അതുമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഡി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ദെൻ ഐ ഹാവ് കം ടു മേക്ക് യുവർ വിഷസ് കം ട്രൂ. ഞാൻ നിങ്ങൾ വിഷസ് ട്രൂ ആക്കാൻ വരുന്നു. ഹി സെഡ് ടു വൺ ഓഫ് ദം, വാട്ട് എവർ യു വോണ്ട് വിൽ ബി ഗിവൺ ടു യു. എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അത് നിനക്ക് കിട്ടും. യുവർ ഫ്രണ്ട് വിൽ റിസീവ് ദ സെയിം തിങ് ഡാഷ് ഡബിൾ. നോക്കാം, എന്ത് നീ വിഷ് ചെയ്യുന്നു? വാട്ട് എവർ യു വോണ്ട് യു വിൽ ബി ഗിവൺ ടു യു, ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. യുവർ ഫ്രണ്ട് വിൽ റിസീവ് ദ സെയിം തിങ്. നിന്റെ ഫ്രണ്ടിന് അത് തന്നെ കിട്ടും, ഡാഷ് ഡബിൾ. അപ്പൊ ആ ഡാഷ് ഡബിൾ എന്ത് ഡബിളാ? നോക്കാം. ഡബിൾ എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജക്റ്റീവ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഡാഷ് ഡബിൾ എന്താണ്? ഡബിൾ അക്സെപ്റ്റബിൾ, എക്സ്പെക്ട് ഡബിൾ, accept double, exceptional double, acceptance double. ഏത് വരും? പറയാമോ? Accept, expect, accept, exceptional or acceptance. ക്ലോസ് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ പറഞ്ഞോളൂ. കൺഫ്യൂസിങ് വേർഡ്സിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെ അക്സെപ്റ്റ്, എക്സ്പെക്റ്റ്, എക്സെപ്റ്റ് ഒക്കെ. ഏതാ വരുന്നത്? എക്സെപ്ഷണൽ ആണോ? അക്സെപ്റ്റൻസും എക്സെപ്ഷണലും എന്തായാലും അല്ല അല്ലേ? ഇത് രണ്ടും എന്തായാലും അല്ല. പിന്നെ ഈ മൂന്നെണ്ണമാണ് പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള. ഏത് വരും? നിന്റെ ഫ്രണ്ടിന് സെയിം കാര്യം തന്നെ കിട്ടും, എക്സെപ്റ്റ് പക്ഷേ അല്ലേ? പക്ഷേ ഇതൊഴിച്ച് എന്താണ്? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എക്സെപ്റ്റ് ഡബിൾ. ഒരു ഇതേ ഉള്ളൂ ഇവിടെ, പക്ഷേ ഡബിൾ കിട്ടും എന്നാണ് പറയുന്നത്. എക്സെപ്റ്റ് ബട്ട് എന്നർത്ഥം. ബട്ട് എന്ന പ്രിപ്പൊസിഷൻ. ഓക്കെ, മൂവിങ് ഓൺ.
അടുത്തത്, the man remained in silence for a long time. കുറേ നേരത്തേക്ക് സൈലന്റ് ആയി നിന്നു. And then he finally said, my friend is dash because he will have double no matter what my wishes. My friend is dash because he will have double. My friend is dash. Is ഉണ്ട്, is ആണ് അവിടെ ബി ഫോർമുലേഷൻ തന്നെ, is dash because. ആ ഡാഷ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. My friend is dash. My friend is claim. My friend is content. My friend is crave. My friend is crude. My friend is crass. ഏതാ വരെ ഇവിടെ പറയണേ? ഇത് നമ്മൾ എട്ടോറ് സെഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. മൈ ഫ്രണ്ട് ഇസ് ഡാഷ്. ഏത് വരെ ഇവിടെ? My friend is claim, content, crave, crude, crass. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ബി ഫോർമുലേഷനാണ് വന്ന് ബിയുടെ കൂടെ ഒരിക്കലും V1 ഫോർമുലേഷൻ വരില്ല. അല്ലെ പിന്നെ അഡ്ജക്റ്റീവ് ആണോ ഇതൊന്ന് നോക്കാം. ഓക്കെ, അഡ്ജക്റ്റീവ് വരാം, അല്ലെങ്കിൽ പിന്നെ വേർബിന്റെ ING വരാം, V3 വരാം, അങ്ങനെയാണ്. ഓക്കെ, ഏതാ വരേണ്ടത്? നമുക്ക് എന്തായാലും ക്ലെയിം വരില്ല. കാര്യം എന്താ? ക്ലെയിം V1 ആ. V1 ബിയുടെ കൂടെ ഫോർമുലേഷൻ വരില്ല. ക്രൈവും V1 ആ, അതും വരത്തില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഏതാ? ക്രൂഡ് അഡ്ജക്റ്റീവ് ആണ്, കണ്ടന്റ് അഡ്ജക്റ്റീവ് ആണ്, പിന്നെ കണ്ടന്റ് വേർബ് ആണ് അല്ലേ? കണ്ടന്റ് വേർബ് ഡി ആണ്, ഇത് വേർബ് അല്ല. ഓക്കെ, ഇത് നൗൺ ഉണ്ട് ആൻഡ് അഡ്ജക്റ്റീവ് ഉണ്ട്. ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺറിഫൈൻഡ്. ക്രൂഡ് ഓയിൽ ഇല്ല, അൺറിഫൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയും ബേസിക് ആണ്. ബേസിക് ഇതിനെയാണ് ക്രൂഡ് എന്ന് പറയാം. ക്രാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുപ്പിഡ് എന്ന അർത്ഥം, സ്റ്റുപ്പിഡ്. ഓക്കെ, കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാറ്റിസ്ഫൈഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? സാറ്റിസ്ഫൈഡ്. മൈ ഫ്രണ്ട് ഇസ് കണ്ടന്റ്, അവനെല്ലാം ഉണ്ട്, ഹീസ് സാറ്റിസ്ഫൈഡ്. അപ്പൊ ആൻസർ ഏതാ വരേണ്ടത്? ഇറ്റ്സ് കണ്ടന്റ് അല്ലേ? ആൻസർ കണ്ടന്റ് അല്ല വരുന്നത്. നോക്കിയേ, കറക്റ്റ് അതല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. The man replied in silence for a long time. My friend is content because he will have double no matter what my wishes. But I have prepared a trap for him. My wish is what? That won't you make him? Trap for him. My wish is that you make me blind in one eye. എനിക്ക് ഒരു കണ്ണിൽ ബ്ലൈൻഡ് ആക്കൂ, അപ്പോൾ അവന് രണ്ടും കിട്ടും, ഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ട് കണ്ണും പോവും. അപ്പോൾ എത്രത്തോളം മനുഷ്യരിതാണെന്നുള്ളതാണ് സെയ്റ്റൻ കാണിച്ചു കൊടുത്തത്. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 5 questions. ESICയുടെ പ്രത്യേകത അറിയാലോ, 25 question 50 മാർക്ക്, ഈ 2 മാർക്ക് വെച്ചിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ്. സം പാർട്സ് ഓഫ് ദ സെന്റൻസസ് ആർ ഗിവൺ ബിലോ. Find the part of the sentence which is not really contributing to the main theme of the passage, or find the odd sentence out and rearrange the remaining sentences to make a coherent paragraph. Now, if one of the options is correct as it is, choose option 5. അതായത് നോ ഇംപ്രൂവ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് സാർ. അത് ഏതാണോ കൊടുത്തത് അത് ഓർഡറിൽ കൊടുക്കാം. പാരജമ്പിൾസ് ആ ചോദിച്ചേക്കുന്നത്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ആ ചോദിച്ചേക്കുന്നത്. ഇഫ് ദ സീക്വൻസ് ഇസ് 1 which is not given, ഇനി അതൊന്നും തന്നിട്ടില്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ആ 4th ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് കൊടുക്കാം, 5th ഓപ്ഷൻ. 4ാമത്തെ നൺ ഓഫ് ദ എബോവ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ജമ്പിൾഡ് ആയിട്ടുള്ള പാരജമ്പിൾഡ് ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള സെന്റൻസ് ഉണ്ട്. ഒരെണ്ണം ചിലപ്പോൾ വേണ്ടാത്തായിരിക്കും, വേണ്ട ആവശ്യമില്ലാത്തതായിരിക്കാം, എങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് കൂടിയ രീതിയിലുള്ള പാരജമ്പിൾസ് ആണ് നമുക്ക് നോക്കാം. സോ very effectively to provide a learning experience, artificial intelligence and virtual reality can be used. It is extremely vital for the growth of the economy that is devoid of distractions and will help to nourish focus. ഓക്കെ, നമുക്ക് 5 ഓപ്ഷനാണ് ഉള്ളത്. 1, 4 പറഞ്ഞല്ലോ, നൺ ഓഫ് ദ എബോവ് ഉണ്ട്, നോ ഇംപ്രൂവ്മെന്റ്സ് റിക്വയർഡ് ഉണ്ട്, പിന്നെ BECA, DCEB ആൻഡ് CABE. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയൂ. ഒന്ന് നോക്കണേ. അതാ പറഞ്ഞ നൗഫലെ, ക്ലോസസ് അത്ര ടഫായിട്ടുള്ളൊന്നും വരില്ല. വരുവാണെങ്കിൽ തന്നെ ക്ലോസസ് സാധാരണ വരാറില്ല, ബട്ട് പാരജമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ പാരജമ്പിൾസ് നോക്കിയിരുന്നോളൂ, പാരജമ്പിൾസ് കൂട്ടി വരാം.
ഓക്കെ നൗഫൽ, ഓക്കെ. എഡിറ്റോറിയൽ നമ്മൾ കണ്ടന്റ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ ബില? ദാറ്റ്സ് ഇറ്റ്, യെസ്. അപ്പോൾ പഠിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടായില്ലേ, അത് മതി. അതാണ് ഞാൻ കിഷോർ പറഞ്ഞത്. പാരജമ്പിൾസ് ചോദിക്കാൻ വരാം, ഇങ്ങനെ വരാം, പക്ഷേ എന്താ ക്ലോസ് ടെസ്റ്റുകൾ അത്ര പ്രതീക്ഷിക്കേണ്ട, ടഫായിട്ടുള്ളത് വരില്ല. നോക്കിക്കോ. എന്താ നമ്മൾ പാരജമ്പിൾസ് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ടാക്ടിക് സീരീസിൽ 4ാമത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പാരജമ്പിൾസിൽ എന്താ ഞാൻ പറഞ്ഞേ. പാരജമ്പിൾസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് ഏതാ നോക്കുക. വേർഡിൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ നോക്കിക്കേ. വെരി വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യോ? വെരി ഇഫക്റ്റീവ്ലി വരുമോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യില്ല. പേ വെച്ചിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല, അതില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കിയേ, ബിയും ഡിയും ഉണ്ട്. ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യോ? ലേണിംഗ് എക്സ്പീരിയൻസ് വരാം അല്ലേ. പിന്നെ സി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യോ? സ്റ്റാർട്ട് ചെയ്യാം. ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി വൈറ്റൽ പറയാം. അപ്പോൾ ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് 3 വരാം. അപ്പൊ ആദ്യത്തെ നോക്കുവാണ്. ഇപ്പം ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എ ലേണിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് വിൽ ഹെൽപ് നർച്ചർ ഫോക്കസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് വൈറ്റൽ റിയാലിറ്റി ക്യാൻ ബി യൂസ്ഡ് വെരി ഇഫക്റ്റീവ്ലി ടു പ്രൊവൈഡ്. കംപ്ലീറ്റ് അല്ല, സെൻസ് കംപ്ലീറ്റ് അല്ല, അപ്പൊ ഇത് പറ്റില്ല. ഇനി ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡി വെച്ചിട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി വൈറ്റൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ഇക്കോണമി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മീനിങ് കംപ്ലീറ്റ് അല്ല, അപ്പൊ അത് പോവാം. സി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് വിർച്വൽ റിയാലിറ്റി. ഓക്കെ, ദാറ്റ് മേക്ക് സെൻസ് അല്ലേ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് 1 ആണ്, സബ്ജക്ട് 2 ആയിട്ട് വിർച്വൽ റിയാലിറ്റി കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്യാൻ ബി യൂസ്ഡ് വെരി ഇഫക്റ്റീവ്ലി. വേർബും വന്നിട്ടുണ്ട്. ക്യാൻ ബി യൂസ്ഡ് വെരി ഇഫക്റ്റീവ്ലി, ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടു പ്രൊവൈഡ്, ടു ഇൻഫിനിറ്റ് വന്നു. ആൻഡ് ദെൻ പ്രൊവൈഡ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, that is devoid of distractions and will help nurture focus. ഇവിടെ വേണ്ടാത്ത ഡി ആണ്. It is extremely എന്നുള്ളത് വേണ്ട. So answer is CABE. ഓക്കെ ആണല്ലോ, നോക്കിയാൽ മതി കേട്ടോ. ഫൈനലായിട്ട് നമ്മൾ നോക്കുകയാണ്, ഒരു സെന്റൻസിന്റെ അവസാനവും തുടക്കവും നോക്കുക. ഒരു പാർട്ടിന്റെ സെഗ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടോട് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അത് എളുപ്പമാണ്, നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും ആൻസർ കറക്റ്റ് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is caused by an imbalance to rise in the general price level. The term inflation, originally referring between the quantity of money and need and trade needs, directs sustainable finance services to them. വളരെ സിമ്പിളായി. ഇത് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ ഏതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കിയാൽ അതിൽ ഈ തുടക്കം വരുമോ? ഒരു പ്രിപ്പോസിഷനിൽ സ്റ്റാർട്ട് ചെയ്യോ, വേർബിൽ സ്റ്റാർട്ട് ചെയ്യോ? അത് വേർബ് വരുവാണെങ്കിൽ തന്നെ V1 സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അത് നോക്കുക. ആൻഡ് ഈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യോ എന്നൊക്കെ നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെ ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ നോക്കുക. ഓക്കെ, പോരട്ടെ. Yes, it is. C വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. The term inflation, originally referring to rise in the general price level, is caused by an imbalance between the quantity of money and trade needs. അവിടെ ഈടെ ആവശ്യമില്ല, കറക്റ്റ് അല്ലേ. ടേം ഇൻഫ്ലേഷൻ അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ. ആൻസർ ഈസ് എ, ഐ മീൻ 1 CBAD ആണ് ആൻസർ. യെസ് ഇറ്റ് ഇസ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. Commercial availability of carbon capture and storage technology, which is currently shoddy, on successful implementation of technology in industrialized countries. This report clearly vindicates the finding of a recent climate triggered in India depends largely.
നോക്കാം ഏതാണ് ഇവിടുത്തെ കറക്റ്റ് യൂസേജ് നോക്കാം. പറഞ്ഞോളൂ കേട്ടോ. പോരട്ടെ, ഏത് വരും നോക്കുക. എ വെച്ച് സ്റ്റാർട്ട് ചെയ്യോ അതോ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യോ? ഓർഡർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് റിക്വയർഡ് ആണോ? ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെ? ബി വെച്ചിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. വിച്ച് ഈസ് കറന്റ് റിക്വയർഡ്, വിച്ച് ഈസ് കറന്റ് ഷോഡി, വിച്ച് ഈസ് കറന്റ് അവിടെ ഒരു ക്ലോസാ, റിലേറ്റീവ് ക്ലോസാ. റിലേറ്റീവ് ക്ലോസ് വരണമെങ്കിൽ അവിടെ മെയിൻ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യണം. മെയിൻ ക്ലോസ് അവിടെ ഇല്ല. അപ്പോൾ എന്താ നോക്കേണ്ടത്? നമുക്ക് ബി വെച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എ ഇ അല്ലെങ്കിൽ എ ബി, ഏതാ നോക്കുക. കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഓഫ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് ടെക്നോളജി ഇൻ ഇന്ത്യ ഡിപ്പെൻഡ്സ് ലാർജ്ലി ആണോ അതോ വിച്ച് ഈസ് കറന്റ് ഷോഡി വെച്ചിട്ടാണോ വരേണ്ടത്? ഒരു ക്ലൂ നമുക്കുണ്ട്. അവസാനിക്കുന്ന വേർഡ്സ് കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കിയേ, ഇൻ ഇന്ത്യ ഡിപ്പെൻഡ്സ്. ഡിപ്പെൻഡ് എന്ന വേർബ് നമുക്കറിയാം. ഡിപ്പെൻഡ് എന്ന വേർബ് ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഈ വേർബിന് ശേഷം എപ്പോഴും ഒരു സാധനം വരും, ഒരു പ്രിപ്പോസിഷൻ വരും. ഓർമ്മയുണ്ടോ? എന്താ? ഡിപ്പെൻസ് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. എന്താ അത്? ഓൺ അല്ലേ? ഡിപ്പെൻസ് കഴിഞ്ഞിട്ട് ഓൺ വരണ്ടേ? അത് നിർബന്ധമുള്ള കാര്യമാണ്. ഡിപ്പെൻസ് കഴിഞ്ഞ ഓൺ, ഡിപ്പെൻസ് ഓൺ, ഡിപ്പെൻഡ് ഓൺ അല്ലേ വരുന്നതല്ലേ? അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞിട്ടായിരിക്കും സി വരുന്നത്. അത് ഉറപ്പിച്ചോ. ഈ കഴിഞ്ഞിട്ട് സി, ഈ കഴിഞ്ഞിട്ട് സി. ആകെയുള്ള ഓപ്ഷൻ ഇതാണ് എ. സോ ആൻസർ ഇസ് എ ഇ സി ബി. ഓക്കെ, ചെയ്തൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. എന്തായാലും കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഓഫ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് ടെക്നോളജി in India depends largely on successful implementation of the technology in industrialized country, which is currently shoddy. That's it. Okay, clear? ഇല്ല വിനയ്, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഇല്ല വിജയ് വന്നിട്ടില്ല. നമുക്ക് നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 7th വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. 7, 8 വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാരാജമ്പിൾസ് ക്വസ്റ്റ്യൻ ഇതാണ്. It should be clearly understood that the objective here is not but to ensure that all risks are being taken in an informed and conscious manner, and risk taking is a key aspect of running businesses. The result of the auctions will be announced on the same day to prevent or prohibit risks which is impossible. പറയാം ഏതാ അവിടെ വരേണ്ടത്? ഇതില് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യോ, ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യോ അതോ എന്താണ് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യോ? അത് നൺ ഓഫ് ദ എബോവ് ആണോ നോ ഇംപ്രൂവ്മെന്റ്സ് റിക്വയർഡ് ആണോ? ഓക്കെ, ശരിക്കും നോക്കിയാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? ശരിക്കും നോക്കിയാൽ ആൻസർ നമുക്ക് കിട്ടും അല്ലേ? എന്താ ആൻസർ ഇവിടെ വരണ്ടേ? സി അല്ലേ വരേണ്ടത്? നോക്കിക്കേ, ആസ് റിസ്ക് ടേക്കിംഗ് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് റണ്ണിംഗ് ബിസിനസ്സസ് ആയതുകൊണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആ. It should be clearly understood that the objective here is not to prevent or prohibit risks, which is impossible, but to ensure that all risks are being taken in an informed and conscious manner. That's it. അവിടെ ഓപ്ഷൻസിന്റെ കാര്യം ഒന്നും വരുന്നത്. ഡി അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയെല്ലാം ഉണ്ട്. സോ ആൻസർ ഇസ് തേർഡ് വൺ,
CAEB. Third one. Okay? Alright. അടുത്തോട്ട് പോകാം. അടുത്ത question. Although ancient India had a significant urban population, its goal of becoming a global superpower, it must continue as India moves towards achieving to focus on infrastructure growth. ഏതാ വരിക? ഓക്കെ, നോക്കാം. ഓക്കെ, പോരട്ടെ. യെസ്, രണ്ടാമത്തെയാണ് ആൻസർ കറക്റ്റ് അല്ലേ? അത് നോക്കാം, എങ്ങനെയാണ് രണ്ടാമത്തെ വരുന്നത് നോക്കിയേ. ആസ് ഇന്ത്യ മൂവ് ടുവേർഡ്സ് അച്ചീവിങ്, എന്ത് അച്ചീവ് ചെയ്യാൻ? ടുവേർഡ്സ് അച്ചീവിങ് ഇറ്റ്സ് ഗോൾ. എന്താ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ആ ഒരു ആയിട്ട് നമുക്ക് കിട്ടി കാണും. ഗോൾ ഓഫ് ബിക്കമിങ് എ ഗ്ലോബൽ സൂപ്പർ പവർ, ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. ദാറ്റ്സ് ഇറ്റ്. അവിടെ എ പാർട്ടിന്റെ ആവശ്യമില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ആൻസർ ഇസ് DBCE. പാരജമ്പിൾസ് ഇപ്പൊ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇല്ലേ? 5 പാരജമ്പിൾസ് കഴിഞ്ഞില്ലേ? അത്ര പാരജമ്പിൾസ് ഒരു സെഷനിൽ ചോദിക്കാറുണ്ട് ESICക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ക്ലോസ് ടെസ്റ്റ് കഴിഞ്ഞു, 5 പാരജമ്പിൾസ് കഴിഞ്ഞു. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. സെലക്ട് എ സെഗ്മെന്റ് ഓഫ് സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ. സ്പോട്ട് ദ എറർ. എറർ ഡിറ്റക്ഷൻ. ഇഫ് ദർ ഇസ് നോ എറർ, മാർക്ക് നോ എറർ ആസ് യുവർ ആൻസർ. നോക്കാം. സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. ദ നാഷണൽ കമ്മീഷൻ ഫോർ റൂറൽ ലേബർ ആർഗ്യൂ way back in 1991 that unequal development was the main cause of labor migration. ഏത് പാർട്ടാ? എറർ ഉണ്ടോ അതോ നോ എറർ ആണോ? ACBDE. ഓർഡർ നോക്കിയോടെ. ABCD അല്ല, ACBDE. The National Commission for Rural Labor argue way back in 1991 that unequal development was the main cause of labor migration. Okay, പോരട്ടെ. ഓക്കെ, തേർഡ് പാർട്ട് ഒരുപാട് പേര് തെറ്റ് പറയുന്നുണ്ട്. അതായത് ബി അല്ലെ? ബി പറയുന്നുണ്ട് ഒരുപാട് പേര്. ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. കോസ് 4 ആണോ? കോസ് ഓഫ് അല്ലേ? കോസ് ഓഫ് തന്നെയാ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ആർഗ്യൂസ് ആണോ വരുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നോക്കിക്കേ. നാഷണൽ കമ്മീഷൻ ഫോർ റൂറൽ ലേബർ അതൊരു ഏജൻസിയാണ്, ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. സിംഗുലർ ഓർഗനൈസേഷൻ ആണ്. സിംഗുലറിന്റെ കൂടെ സിംഗുലർ വെർബ് വരണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വേ ബാക്ക് ഇൻ 1991 എന്നാ പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരു വർഷം കൊടുക്കുവാണെങ്കിൽ ഏത് ടെൻസാ കൊടുക്കുക? ഓർമ്മയുണ്ടല്ലോ? കൃത്യമായിട്ട് ഒരു ഇയർ കൊടുക്കുവാണെങ്കിൽ ഏത് ടെൻസാ നമ്മൾ കൊടുക്കുക? അതും 1991 The National Commission for Rural Labor argue way back in 1991. Argue ചെയ്തു, past tense ആണ് അല്ലേ? Argues ആണോ? It's not argues. Instead it must be argued. Argued ചെയ്തു. That unequal development ആണ് was the main cause of labor migration. Labor migrationന്റെ
കോഴ്സ് ഇതാണ് എന്ന് അവർ പറഞ്ഞു. 1991 അവർ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ആൻസർ ഇസ് ബി പാർട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സി ആണ് തേർഡ് വൺ ആണ് വരേണ്ടത്. തേർഡ് വണ് ബി പാർട്ട് അല്ലെ. ആൻസർ ഇസ് 3. ക്ലിയർ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. In all that time, he had neither moved or shown any interest in the rescue attempt. In all the time, he had neither moved or shown any interest in the rescue attempt. എളുപ്പമുള്ള കാര്യമാണ് ഇത്. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ക്വസ്റ്റൻ പാറ്റേൺ ആയിരുന്നു. നൈദറിന്റെ കൂടെ എന്താ വരേണ്ടത്? നൈദർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർ വരാൻ പറ്റുമോ? ഓർ വരാൻ പറ്റില്ല. നൈദർ വന്നാൽ പിന്നെ അതിൽ ഓർത്തോ. ദാറ്റ് ഇസ് ഇറ്റ് മസ്റ്റ് ബി നോർ. നൈദർ നോറും ഐദർ ഓറും. അതാണ് കോറിലേറ്റീവ്സ് അല്ലെ. നൈദറിന്റെ കൂടെ നോർ വരണം, ഐദറിന്റെ കൂടെ ആണ് ഓർ വരേണ്ടത്. നൈദറാണ് അവിടെ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കണം? നോറ് കൊണ്ട് കൊടുക്കണം. അല്ലാതെ അവിടെ ഓർ വന്നുകൊണ്ട് ഐദറാക്കാൻ പോരുത് കേട്ടോ. ഹെഡ് നോക്കുക. ഹെഡ് ഐദർ ആണ് അല്ലെങ്കിൽ നൈദർ ആണ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്. ഐ ലവ് ദാറ്റ് ഗ്രീൻ ഓൾഡ് കാർ ദാറ്റ് റിമെയിൻസ് പാർക്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ? ഐ ലവ് ദാറ്റ് ഗ്രീൻ ഓൾഡ് കാർ ദാറ്റ് റിമെയിൻസ് പാർക്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഓക്കെ, പറയൂ. ഏതാണ് തെറ്റെന്ന് പറയൂ. അതോ നോ എറർ ആണോ എന്ന് പറയൂ. എറർ ഉണ്ടോ അതോ നോ എറർ ആണോ എന്ന് പറയൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എറർ എന്തെങ്കിലും ഉണ്ടോ? കിട്ടിയോ? ഐ ലവ് ദാറ്റ് ഗ്രീൻ ഓൾഡ് കാർ. ഇവിടെ വേറെ ഒരിടത്തും പ്രശ്നമില്ല. റിമെയിൻസ് പാർക്ഡ് കുഴപ്പമില്ല. റിമെയിൻസ് സ്റ്റേറ്റ് വെർബാണ്. സ്റ്റേറ്റ് വെർബ് ആയിട്ട് V3 വരുന്നു. അതിലൊരു പ്രശ്നമൊന്നുമില്ല. അത് കറക്റ്റാ. അതൊക്കെ കറക്റ്റാ. ഒരു പ്രശ്നവും. ബി പാർട്ടിൽ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് കണ്ടോ? ഈ ബി പാർട്ടിലെ പ്രശ്നം കണ്ടോ? ഗ്രീൻ ഓൾഡ് കാർ. അവിടെയാണ് പ്രശ്നം. കാർ നൗൺ ആണേ. ഗ്രീനും ഓൾഡും എന്താ സാധനം? ഗ്രീനും ഓൾഡും എന്താ? അഡ്ജക്റ്റീവ്സാ. ഇവിടെ എന്ത് ആണ് ചോദ്യം വന്നേക്കുന്നത്? പാർട്ട് ബി പാർട്ടാ. സെക്കൻഡ് വൺ ആണ് എറർ. ഗ്രീൻ ഓൾഡ് കാർ എന്ന് നമ്മൾ പറയില്ല, ഓൾഡ് ഗ്രീൻ കാർ എന്ന് നമ്മൾ പറയുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ESICയിൽ ചോദിച്ച ചോദ്യമാണെന്ന് ഓർക്കണം. ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഗ്രീൻ ഓൾഡ് കാർ തെറ്റാ. ഓൾഡ് ഗ്രീൻ കാറാ. ഗ്രീൻ എന്ന് പറയുന്നത് കളറാ. ഗ്രീൻ എന്ന് പറയുന്നത് കളറാ. അപ്പൊ കളറിന് മുൻപ് എന്ത് വരണമായിരുന്നു? ഏജ് വരണമായിരുന്നു. ഏജ് എന്നുള്ളത് ആദ്യം വരുന്നു, എന്നിട്ടേ കളർ വരുള്ളൂ. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഇതിന് ഒരു ഓർഡർ ഉണ്ട്. ഈ പറയുന്ന അഡ്ജക്റ്റീവിന്റെ ഓർഡറിന് ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട് നമുക്ക്. അഡ്ജക്റ്റീവ്സിന് ഒരു ഓർഡർ ഉണ്ട്. അറിയില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഒരു ഇത് വേഗം ഒന്ന് പറഞ്ഞു വിടാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിടാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ആദ്യം എപ്പോഴും വരേണ്ടത് എന്തായിരിക്കും എന്നറിയോ? ഡിറ്റർമിനർ ആണ് വരേണ്ടത്. ഏത് ഡിറ്റർമിനർ ആയിക്കോട്ടെ, ഡിറ്റർമിനർക്ക് നമ്മൾ ക്ലാസ് പഠിപ്പിച്ചാണ്. അറിയില്ലാത്തവരൊന്ന് നോക്കണം എന്താണ് ഡിറ്റർമിനർ എന്ന്. ദിസ്, ദാറ്റ്, ദോസ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് വരാം, അതുപോലെ തന്നെ പൊസസീവ്സ് വരാം, ക്വാണ്ടിഫയേഴ്സ് വരാം, അതുപോലെ ന്യൂമറൽസ് വരാം, പിന്നെ നമ്മുടെ പൊസസീവ്സ്, ഡിസ്ട്രിബ്യൂട്ടീവ്സ്, ഡിമോൺസ്ട്രേറ്റീവ്സ് ഒക്കെ വരാം. ഈച്ച്, എവ്രി, ഐദർ, നൈദർ, ബോത്ത് ഒക്കെ വരാം. പിന്നെ വരാൻ പോകുന്ന ഒപ്പീനിയൻ ആണ്. ഡിറ്റർമിനർ കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്നത് ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ, അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കില്ലേ, ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, എഫിഷ്യൻറ്റ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലവ്ലി, യൂസ്ഫുൾ ഒക്കെ പറയില്ലേ, ആ സംഭവം. ഒപ്പീനിയൻ എന്താണെന്ന് പറയും. പിന്നെ വരുന്നതാണ് സൈസ്. പിന്നെ ആ സൈസ് പറയും. സൈസ് ലാർജ്, ഹ്യൂജ്, സ്മോൾ, ടോൾ, ബിഗ്, ഇതൊക്കെ പറയില്ലേ ആ സംഭവം. സ്മോൾ ഒക്കെ, അതൊക്കെ സൈസ് പറയാം.
Then comes age. എന്നിട്ട് ഏജ് പറയും. ഏജിൽ നമുക്ക് എന്ത് പറയട്ടെ, മോഡേൺ, മെഡീവൽ, ഏൻഷ്യന്റ്, യങ്, ഓൾഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവങ്ങളെല്ലാം ഈ പറഞ്ഞ ഏജ് പറയുന്നതാണ്. അഡോളസെന്റ് അങ്ങനെയൊക്കെ പറയുന്നത് ഏജാണ്. പിന്നെ നമുക്ക് പറയാം ഷേപ്പ്. ഷേപ്പ് എന്ന് പറയുമ്പോൾ റൗണ്ട്, റെക്ടാങ്കുലർ, അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഷേപ്പിൽ പെടാം കേട്ടോ. അതൊക്കെ ഷേപ്സിൽ പെടാം. പിന്നെ ഉണ്ട് കളർ. ഇപ്പൊ പറഞ്ഞ കളറാണ്. പിന്നെയാണ് ഈ കളർ വരുന്നത്, ഈ കളർ. അപ്പൊ ഗ്രീൻ, ഗ്രേ, ഇൻഡിഗോ ബ്ലൂ, അങ്ങനെയുള്ള യെല്ലോ ഒക്കെ പറയാം നിങ്ങൾക്ക് കളർ വരുമ്പോൾ. ദെൻ കംസ് അതാ ഇത് കഴിഞ്ഞിട്ട് കളറാണ്. കളർ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത്, ഒറിജിൻ. യെസ്, ഒറിജിനാ. ഏതാ, ഇന്ത്യൻ ആണോ, ചൈനീസ് ആണോ, ജാപ്പനീസ് ആണോ, ഒറിജിൻ ഇല്ലേ, അത് പറയാം. അങ്ങനെയുള്ളത് പറയാം. ആഫ്രിക്കൻ, അമേരിക്കൻ അങ്ങനെയൊക്കെ പറയുന്ന ഒറിജിൻ പറയാം. അതിനുശേഷം പിന്നെ മെറ്റീരിയലാ. ഏത് മെറ്റീരിയൽ വെച്ചിട്ടാ, കോട്ടൺ ആണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ്, കോപ്പർ ആണ്, ഗോൾഡ് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം പറയുന്ന മെറ്റീരിയൽ പറയാം. പിന്നെ വരാൻ പോകുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല. പിന്നെ അവസാനം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, ക്വാളിഫയർ. അതായത് ക്വാളിഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നൗൺ ദാറ്റ് ബിഹേവ്സ് ആസ് ആൻ അഡ്ജക്റ്റീവ്. ഏത് അഡ്ജക്റ്റീവ് ആണ്? ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ ആണ്, വാട്ടർ പൊല്യൂഷൻ എങ്കിൽ പൊല്യൂഷൻ നൗണ്, വാട്ടർ അഡ്ജക്റ്റീവ്. അതുപോലെ സ്കൂൾ ബസ് ആണെങ്കിൽ ബസ് നൗണ്, സ്കൂൾ അഡ്ജക്റ്റീവ് അല്ലെ. ക്രിസ്മസ് പാർട്ടി ആണെങ്കിൽ ക്രിസ്മസ് അഡ്ജക്റ്റീവ്, പാർട്ടി നൗൺ. അതുപോലെ തന്നെ ബിസിനസ് ട്രിപ്പ് ആണെങ്കിൽ ട്രിപ്പ് നൗണ്, ബിസിനസ് അഡ്ജക്റ്റീവ്. അങ്ങനെ അതിനെയാണ് ക്വാളിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 9 ഓർഡർ ആണല്ലോ. ഒന്ന് ഡിറ്റർമിനർ, പിന്നെ ഒപ്പീനിയൻ, പിന്നെ സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ, ക്വാളിഫയർ. ക്വാളിഫയർ എന്ന് പറയുമ്പോൾ ഏത് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആയിട്ട് വന്നത്. അതായത് ഈ കോമ്പൗണ്ട് നൗൺ, കോപ്പൺ കോമ്പൗണ്ട്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതിനെയാണ് ക്വാളിഫയർ എന്ന് വിളിക്കുക. ഇത്രയുമാണ് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോണം. നോർമലി ഇത് വരാറില്ല, HCA ഒന്നും വരാറില്ല. അതുപോലെ തന്നെ പഴയ ഇതിൽ മോഹൻലാൽ മൂവിയിൽ മൂവി നൗണ്, മോഹൻലാൽ അഡ്ജക്റ്റീവ്. യെസ്, അതുപോലെ തന്നെ നമ്മുടെ കോഹ്ലി ടീം, ധോനി ടീം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പൊ ഇതാണ് ഈ ക്വാളിഫയർ. അപ്പൊ ഇത് നോർമലി HCA എക്സാമിന് വരാറില്ല. പണ്ടത്തെ പാറ്റേണിൽ PSC എക്സാമിന് ചോദിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ചോദിക്കാറില്ല. പക്ഷേ ESICക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിച്ചേക്കാം, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അഡ്ജക്റ്റീവ്സ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ESICക്കാർക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊള്ളുന്നത് രാവിലെ അല്ലേ. ഇന്ന് രാവിലത്തെ 9 o'clock സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ദ പൂർ പീപ്പിൾ has no money and therefore they cannot afford expensive medicines. പറയൂ. അല്ല സൂര്യ, ജെറണ്ട് അല്ല ക്വാളിഫയർ. ക്വാളിഫയർ എന്ന് പറഞ്ഞാൽ ഏത് നൗൺ ആണോ, 2 നൗൺ അടുപ്പിച്ച് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഇതാണ് ഒരു സാധനം, ഇംഗ്ലീഷ് ക്ലാസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാരത്തൺ എന്ന് പറയുന്നത് മാരത്തൺ നൗണ്, ഇംഗ്ലീഷ് നൗണ്, അഡ്ജക്റ്റീവ് ആണ്. ബാക്കി രണ്ടും മനസ്സിലായോ? മാരത്തൺ നൗണാണ്, ക്ലാസ്സും നൗണാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാ, ഇംഗ്ലീഷ് ശരിക്കും നൗൺ അല്ലേ, ആ നൗണിനെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാ, അഡ്ജക്റ്റീവ് ആയിട്ട്. അത്ര ഉള്ളൂ കേട്ടോ സൂര്യ. അതാണ് ക്വാളിഫയർ എന്ന് പറയുന്നത്. ക്വാളിറ്റി പറയാനും ക്വാണ്ടിറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ പറയും. ദ പൂർ പീപ്പിൾ ഹാസ് നോ മണി ആൻഡ് therefore they cannot afford. they cannot എന്ന് പറയുന്നുണ്ട്. എക്സ്പെൻസീവ് മെഡിസിൻസ് കറക്റ്റ് ആണ് അല്ലേ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സാധനം, പ്ലൂറൽ നൗൺ അല്ലേ. പ്ലൂറൽ നൗണിന്റെ കൂടെ ആരെങ്കിലും ഹാസ് ഇട്ട് കൊടുക്കോ, തെറ്റ്. സോ ആൻസർ ഈസ് പൂർ പീപ്പിൾ ഹാവ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ബി ആണ് ആൻസർ അല്ലേ, ഹാവ് നോ മണി. അടുത്ത ക്വസ്റ്റ്യൻ. The Hollywood culture will sooner or later become international norm for the entertainment industry. The Hollywood culture will sooner or later become international norm for the entertainment industry. പറയൂ, ഇവിടെ ഏതാ എറർ പറയൂ. എല്ലാത്തിൽ നിന്നും ക്വസ്റ്റൻ ഉണ്ട്. നൗഫിൽ നേരത്തെ വെച്ചോലേ പാരജമ്പിൾസ് ആണല്ലോ മിസ് ചെയ്ത് കൂടുതൽ. 5 പാരജമ്പിൾസ് കണ്ടു, 5 ക്ലോസസ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 3 സ്പോട്ട് ദർ കഴിഞ്ഞു. ഇതിപ്പോ 4ാമത്തെ സ്പോട്ട് ദറാണ്. സ്പോട്ട് ദർ 5 ഉണ്ട്. അങ്ങനെ ഓർഡറിൽ, കറക്റ്റ് ഓർഡറിലാണ് കഴിഞ്ഞ 2019 ക്വസ്റ്റൻ വന്നേക്കുന്നത്. പറഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരോട്ടും ഇതൊന്ന് എത്തിക്കുക. ഷെയർ ഇറ്റ് ആൻഡ് ടെൽ അതേഴ്സ്, ലെറ്റ് ദം നോ നമ്മുടെ മാരത്തൺ നടക്കുന്നുണ്ടെന്ന് അറിയട്ടെ. ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്. സാധാരണ ESIC ആയതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഒരു താല്പര്യക്കുറവ് അല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഓൾറൈറ്റ്, പറഞ്ഞോ ആൻസർ പറഞ്ഞോ.
വിൽ ബിക്കം വരുമോ? വിൽ ബിക്കം വിൽ സൂണർ ഓർ ലേറ്റർ ബിക്കം അതാണോ? പിന്നെന്താ അശ്വതി വന്ന് കൂട്. ഞാൻ പറഞ്ഞില്ല ഏതൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ കിട്ടിയാലും ധൈര്യമായിട്ട് അത് എഴുതിക്കോ. കാര്യം എന്താ, നമുക്ക് HCAക്കും ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ലവണ്ണി നമ്മളിപ്പോൾ ഓൾറെഡി ഒരു റണ്ണിങ് ഉണ്ട്, ESIC ബാച്ച് റണ്ണിങ്ങാ. ഇന്നലെ അല്ല, ഇന്ന് 6-ാം തീയതി അല്ലേ? ഇന്നലെ തുടങ്ങി. ഇന്നലെ ക്ലാസ് തുടങ്ങി. ഇന്നലെ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങി. ഒരു ദിവസം 4 ക്ലാസ്സുകളുണ്ട്. ഇന്നലെ തുടങ്ങി, ഇന്നും ഉണ്ടായിരുന്നു. ഇന്ന് 2 സെഷൻ ഉണ്ടായിരുന്നു. 4 ക്ലാസ് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. സൺഡേസിൽ 4 ക്ലാസ്സാണ്. ESICയുടെ ക്ലാസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പം ചില ആൾക്കാർ ആൻസറുമായിട്ട് വരുന്നുണ്ട്, കൊള്ളാം. സി പാർട്ട് എറർ എന്ന് പറയുന്നത് ചിലർ പറയുന്നു, ഡി പാർട്ട് എറർ എന്ന് പറയുന്നുണ്ട്. ഏതാ പാർട്ട് എറർ? ടൈം ലവണ്യെ നമ്മൾ രാവിലെ 9 to 10 ഒരു സെഷൻ, നോർമലി എല്ലാ ദിവസവും റീസണിങ് ആണ്. പിന്നെ വരാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ 11 to 12 ആണ്. അത് നോർമൽ ടൈം മാത്സ് ആണ്. ഇടയ്ക്ക് 1-2 മാറി CA ഒക്കെ വരും, കാര്യം ടൈം ഷെഡ്യൂൾ ഒന്ന് നമ്മളൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഉള്ളത് 4 to 5 ആണ്. 11 to 12 കഴിഞ്ഞിട്ട് 4 to 5. 4 to 5 ഇംഗ്ലീഷ് ആണ് നോർമലി വരുന്നത്. പിന്നെ 9 to 10:30 ഉണ്ട്. 9 to 10:30 നമ്മുടെ GA സെഷൻ ആണ്, ജനറൽ അവയർനെസ് ആണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കയറി ഇടപെടും, ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ അപ്പൊ എന്തായാലും ഡെയിലി 4 ക്ലാസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഓക്കെ യാ. സി പാർട്ട് എറർ പറയുന്നത് എന്താ? സി പാർട്ടിൽ എന്താ നിങ്ങൾ പറയുന്നത്? ഫോർ ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അവിടെ എന്താ സി പാർട്ടിൽ? സി പാർട്ട് ഇത് ബിക്കം ഇന്റർനാഷണൽ നോം. യെസ് ബിക്കം ഇന്റർനാഷണൽ നോം. അവിടെയാ പ്രശ്നം. ദ ഹോളിവുഡ് കൾച്ചർ വിൽ സൂണർ ഓർ ലേറ്റർ, അതിലൊരു പ്രശ്നം. വിൽ സൂണർ, പിന്നീടോ ഉടനെയോ പിന്നീടോ കുഴപ്പമില്ല. ഓക്കെ, സൂണർ ലേറ്റർ അഡ്ജക്റ്റീവ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെന്താ അഡ്ജക്റ്റീവിന് പ്രശ്നമുണ്ടോ? അഡ്ജക്റ്റീവിന് ഒരു പ്രശ്നവും ഇല്ല, കറക്റ്റാ. വിൽ ബിക്കം എന്ന് പറയുന്നത് റിലേറ്റീവ് ഇതാണ് സ്റ്റേറ്റീവ് വേർബ് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ അഡ്ജക്റ്റീവ് വരാൻ ഒരു തെറ്റുമില്ല. ബിക്കം ഇന്റർനാഷണൽ നോം ആണോ? അവിടെ ഒരു അഡ്ജക്റ്റീവ് മിസ്സിംഗ് അല്ലേ? ആൻ എവിടെ പോയി? ദ ഇന്റർനാഷണൽ നോം അല്ല കേട്ടോ, ആൻ ഇന്റർനാഷണൽ നോം ആണ് കേട്ടോ. The Hollywood culture will sooner or later become an international norm for the entertainment industry. കേട്ടോ, ലവണ്ണി ഇപ്പൊ ജോയിൻ ചെയ്യാം. 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ, ക്ലാസ് മിസ്സാക്കണ്ട. ഫെബ്രുവരി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. 15-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. ഫെബ്രുവരി 15-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ വൈകരുത്, അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ആൻ ഇന്റർനാഷണൽ നോം. ആൻസർ 3rd പാർട്ടാണ് എറർ. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാറ്റേൺ. അപ്പൊ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് അടുത്ത് നോക്കാൻ പോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീഡ് ദ പാസേജ് ബിലോ ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ദ 4 ഓൾട്ടർനേറ്റീവ്സ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ RC ചോദിക്കുന്നു. അതിൽ 4 ഓപ്ഷൻ ഉണ്ടാവും, അത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ RCയിൽ പോകുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ മെത്തേഡ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഏതാ? ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക, എന്നിട്ട് നമ്മുടെ പാസേജിലോട്ട് പോവാം. സോ വാട്ട് ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഡിഡ് ദ കിങ് ഹാവ്? കിങ്ങിനെ പറ്റി ഒരു കഥയുണ്ട്, രാജാവിന്റെ കഥയാണ്. വാട്ട് ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഡിഡ് ദ കിങ് ഹാവ്? കിങ്ങിന് എന്ത് ഫിസിക്കൽ ഡിഫിക്കൽറ്റി ആണുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഹി ഹാഡ് ഓൺലി 1 ഹാൻഡ്, ഒറ്റ കൈ ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാഡ് ഓൺലി 1 ലെഗ് ആൻഡ് 1 ഐ, ഒരു കാലും ഒരു കൈയും ഒരു കണ്ണും ഉള്ളൂ. ഹി വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, 2 കണ്ണും കണ്ടുകൂടാ. ഹി വാസ് ഡെഫ്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഒരു കൈയില്ല, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു കാലില്ല ഒരു കണ്ണില്ല, ഓർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് അല്ലെങ്കിൽ ഡെഫ്. ഏതാണ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ passage. Once upon a time there was a king. The king there only had 1 leg and 1 eye. ആൻസർ ഇത് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. had 1 leg and 1 eye. അപ്പൊ ആൻസർ ഏതാ നോക്കിക്കോ. വളരെ സിമ്പിൾ ആണേ. നോക്കാം അല്ലേ? അവിടെ ഓൾറെഡി കൊടുത്തു. ഇനി നോക്കിക്കേ ആൻസർ ഏതാ വരണ്ടേന്ന്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഡിഡ് ദ കിങ് ഹാവ്? ഹി ഹാഡ് ഓൺലി 1 ഹാൻഡ്, ഓൺലി 1 leg and 1 eye, was completely blind, was deaf. ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു. നമുക്ക് ഈ കോഴ്സ് തുടങ്ങി കേട്ടോ, ഇന്നലെ തുടങ്ങിയ അശ്വതി. മഹാപാക്ക് എടുത്തവർക്ക് ഇൻക്ലൂഡ് ആണ്. പ്രീമിയർ ബാച്ച് അല്ലല്ലോ ഇത്, ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഹായ് അബീദ്. ഓക്കെ, പോരട്ടെ. ആൻസർ ഏതാ? യെസ് ഇറ്റ് ഇസ്.
അവിടെ തന്നെ കൊടുത്തു, ക്ലിയർ കട്ട് ആൻസർ അവിടെ ഉണ്ട്. ഹി ഹാഡ് ഓൺലി 1 leg and 1 eye. ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ നോക്കാം. ദാ, once upon a time there was a kingdom. The king there only had 1 leg and 1 eye. ഒരു കാലില്ല, ഒരു കണ്ണുമില്ല. അത് പറഞ്ഞു ഇവിടെ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why the king wanted his portrait to be painted? അപ്പൊ കിങ്ങിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോർട്രേറ്റ്, അദ്ദേഹത്തിന്റെ പിക്ചർ പെയിന്റ് ചെയ്യപ്പെടേണ്ടത്? So that his children could remember him through the portrait. മക്കൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പോർട്രേറ്റിലൂടെ. ഓർ he wanted to keep it in the kingdom's museum. കിങ്ഡത്തിലെ മ്യൂസിയത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് he could get a lot of gold coins after selling it. പിക്ചർ സെല് ചെയ്താൽ ഗോൾഡ് കോയിൻസ് കിട്ടും. അതുകൊണ്ട് അടുത്തത് he wanted to feel സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് മക്കൾ ഓർക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത് മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്, ഗോൾഡ് കോയിൻ കിട്ടാൻ വേണ്ടി സെല് ചെയ്തിട്ട്. ആൻഡ് അടുത്തത് ടു ഫീൽ സ്പെഷ്യൽ. ഏതാ നോക്കാം. നെക്സ്റ്റ് വൺ. ഇവിടെയാണ്. One day the king was walking through the palace hallway and saw the portraits of his ancestors. He thought that one day his children will walk in the same hallway and remember all the ancestors through these portraits. But the king did not have his portrait painted. Due to his physical disabilities, he wasn't sure how his painting would turn out. So he invited many famous painters from his and other kingdoms to court. The king then announced that he wants a beautiful portrait made of himself to be placed in the palace. First paragraph തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. One day the king was walking through the palace hallway and saw the portraits of his ancestors. He thought that one day his children will walk in the same hallway and remember all the ancestors through the portraits. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അതുകൊണ്ട് തന്നെ കിങ്ങിന് പോർട്രേറ്റ്സ് വേണം അല്ലെ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞോ ഏതായിരിക്കും? കിങ് the children could remember him through the portrait. മ്യൂസിയത്തിന്റെ കാര്യം ഒന്നും പറയുന്നില്ല അവിടെ. ഗോൾഡ് കോയിന്റെ കാര്യം അങ്ങനെ വിൽക്കേണ്ട കാര്യം ഉണ്ടോ അങ്ങേർക്ക്? കിങ് ആണ്, രാജ്യത്തെ കിങ്ങിന് എന്തിനാ പൈസ അല്ലെ? ഗോൾഡ് കോയിൻസ് എന്തിനാ? ഓർ ഹി വോണ്ടഡ് ടു ഫീൽ സ്പെഷ്യൽ. ഹോൾവേയിലൂടെ നടന്നു പോയപ്പോൾ ആൻസിസ്റ്റേഴ്സിന്റെ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നാളെ എൻ്റെ മക്കൾ ഇവിടെ നോക്കുമ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ എന്നെ ഓർമ്മിക്കുമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻസർ ഇസ് ഫസ്റ്റ് വൺ അല്ലേ? മക്കൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പിക്ചർ, അല്ല വേറെ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിയൊന്നും അല്ല. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ ആന്റണിം ഓഫ് സ്റ്റണ്ട്? സ്റ്റണ്ട് എന്ന വാക്കിന്റെ വേർഡിന്റെ ആന്റണിം എന്താണ്? ആന്റണിം യൂനോ ഓപ്പോസിറ്റ് അല്ലേ? സ്റ്റണ്ട് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. അത് നിങ്ങൾ നോക്കി കണ്ടില്ലേ മനസ്സിലാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തായിരിക്കും? അസ്റ്റോണിഷ്ഡ്, അമേസ്ഡ്, ഫ്ലാബഗാസ്റ്റഡ്, കാഷ്വൽ. സ്റ്റണ്ട് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അസ്റ്റോണിഷ്ഡ്, അമേസ്ഡ്, ഫ്ലാബഗാസ്റ്റഡ്, കാഷ്വൽ. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം. ഓക്കെ, എവിടെയാണത് വന്നേക്കുന്നത്? എവിടെയോ ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് കാണിച്ചു തരാം കേട്ടോ. This kind of beautiful portrait. Painter was ready, presented portrait. Everyone in the After taking a long time, the painter said that the portrait was ready. When the painter presented the portrait, everyone in the court, including the king, left stunned. Okay, everyone in the court, including the king, left stunned. എന്താണ് stunned എന്ന വാക്കിന്റെ അർത്ഥം? നോക്കാം. ഓക്കെ, വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ചോദിച്ചത്. പിക്ചർ കൊണ്ട് എല്ലാവരും എന്തായി? സ്റ്റണ്ടായിപ്പോയി എന്ന് പറയാറില്ല. സ്റ്റണ്ട് നമ്മൾ പറയാറുണ്ട്. അസ്റ്റോണിഷ്ഡ് ആയി, അമേസ്ഡ് ആയി, ഫ്ലാബഗാസ്റ്റഡ് ആയി, ഓർ കാഷ്വൽ. എന്താണ് ഓപ്പോസിറ്റ്? അങ്ങനെ നമ്മൾ സെയിം ടൈമിൽ 6 o'clock തുടങ്ങിയുള്ളൂ കേട്ടോ. 1 മണിക്കൂറായി. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അസ്റ്റോണിഷ്ഡ് അല്ലെ? ആകെപ്പാടെ അത്ഭുതപ്പെട്ട് അങ്ങ് നിന്നുപോയി, സ്റ്റക്കായി നിന്നുപോയി അല്ലേ? ഡം സ്ട്രക്ക്, അതാണ് അസ്റ്റോണിഷ്ഡ്. അമേസ്ഡ്, ഫ്ലാബഗാസ്റ്റഡ് എല്ലാം ഒരേ വാക്കാ. എല്ലാം ഇതിന്റെ സിനണിമാണ്. ഈ സ്റ്റണ്ട് എന്ന വാക്കിന്റെ സിനണിമാണ് ഇവയെല്ലാം. പിന്നെ ആകെ ഒരെണ്ണമല്ലേ ഇല്ലാത്തുള്ളൂ, ദാറ്റ് ഇസ് കാഷ്വൽ. വലിയ മെച്ചമൊന്നുമില്ല, കുഴപ്പമില്ല, തരക്കേടില്ല, ദാറ്റ് ഇസ് കാഷ്വൽ. മൂവിങ് ഓൺ. അടുത്ത്. ഹൗ ഡിഡ് പെയിന്റർ ഹൈഡ് ദ ഡിസബിലിറ്റീസ് ഓഫ് ദ കിങ് ഇൻ ദ പോർട്രേറ്റ്? ഹൗ ഡിഡ് painter hide the disabilities of the king in the portrait? Made a portrait in which he was sitting in the palace garden. ഇപ്പൊ കണ്ടോ, ഇവിടെ കണ്ടോ, പാലസ് ഗാർഡൻ കണ്ടോ? ഇതാണ് ക്വാളിഫയർ. പാലസ് നൗൺ ആണ്, ഗാർഡൻ നൗൺ ആണ്. പക്ഷെ ഗാർഡൻ എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് പാലസ് വന്നു. പാലസിന്റെ ഗാർഡൻ അല്ലേ?
അതുകൊണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ ക്വാളിഫയറിന്റെ എക്സാമ്പിൾ കേട്ടോ. അടുത്തത് മെയ്ഡ് എ പോർട്രേറ്റ് ഇൻ വിച്ച് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ. ഒന്ന് ഗാർഡന്റെ പാലസ് ഗാർഡനിൽ ഇരിക്കുന്നു, രണ്ടാമത്തത് ത്രോണിലിരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നു. അടുത്തത് മെയ്ഡ് എ പോർട്രേറ്റ് ഇൻ വിച്ച് ഹി വാസ് സ്റ്റാൻഡിംഗ് ഓൺ എ റേസ്ഡ് പ്ലാറ്റ്ഫോം ഹോൾഡിംഗ് എ പില്ലർ. ഒരു പില്ലർ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഓർ മെയ്ഡ് എ പോർട്രേറ്റ് ഇൻ വിച്ച് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ്, കുതിരപ്പുറത്തിരിക്കുന്നു, ഓൺ വൺ ലെഗ് സൈഡ്, ഒരു സൈഡ് ലെഗ് സൈഡിൽ, ഹോൾഡിംഗ് ഹിസ് ബോ, അമ്പ് ആൻഡ് എയിമിംഗ് ദ ആരോ വിത്ത് ഹിസ് വൺ ഐ ക്ലോസ്ഡ്. ഒറ്റ കണ്ണടച്ച് ക്ലോസ് ചെയ്ത് നോക്കുന്നു. അതാണോ ഏതാ നോക്കാം. അതിൽ ഏതാണെന്ന് നോക്കാം. ഒന്ന് ഗാർഡൻ പാലസ് ഗാർഡനിൽ, രണ്ടാമത്തെ ത്രോണിൽ, മൂന്നാമത്തെ റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ, അടുത്തത് കുതിരപ്പുറത്തിരിക്കുന്നു, ഒരു കണ്ണടച്ച് ഒരു കാലിന്റെ സൈഡ് മാത്രമേ കാണാനും പറ്റുന്നുള്ളൂ. ലെറ്റ്സ് സീ അതാണോ നോക്കാം പോർട്രേറ്റ്. യാ, ദ പെയിന്റർ മെയ്ഡ് ദ പോർട്രേറ്റ് in which the king was sitting on the horse on one leg side, holding his bow and aiming the arrow with his one eye closed. The king was very pleased to see that the portrait was made by the cleverly hiding the king's disabilities. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ത്രോണിലിരിക്കുമല്ല, ഗാർഡനിലിരിക്കുമല്ല, റേസ്ഡ് പ്ലാറ്റ്ഫോമിലല്ല, ഹോഴ്സ് ബാക്ക് ഇരിക്കുവാണ് അല്ലേ. ഓൺ ദ വൺ ലെഗ് സൈഡ് ആണ്, ഒറ്റ കാല് മാത്രമേ കാണുന്നുള്ളൂ. ബോ ആരോ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് വൺ ഐ ക്ലോസ്ഡ് ആണല്ലോ. അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? വളരെ സിമ്പിൾ ആയ ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻസർ ഇസ് ഡി, 4 അല്ലെ. 4th വൺ ആണ് ആൻസർ. വളരെ ഡിറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ജിനു നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എക്സാം ഹോൾ ടിക്കറ്റ് വന്നാൽ, അഡ്മിറ്റ് കാർഡ് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം എക്സാം 27-ാം തീയതി ഉണ്ടെന്ന്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ, വോട്ട് മെസ്സേജ്. 5ാമത്തെ ചോദ്യമാണ് പാസേജിൽ നിന്ന്. വോട്ട്, അതായത് 20ാമത്തെ ചോദ്യം നമ്മുടെ 20th question for the day. What message does the author want to convey from the given story? What message does the author want to convey from the given story? Divergent thinking always brings solution to the problem. Positive approach helps in solving the problem efficiently. People with physical disabilities should be given extra support and care. One should follow their artistic interest in free time. എന്താണ് ഈ കഥയുടെ സാരാംശം? വാട്ട്സ് എ മെസ്സേജ്? അതാ ചോദ്യം. നമുക്കൊന്ന് പോയി നോക്കാം. ഫൈനൽ സെന്റൻസിൽ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The king gave him a reward. We should always focus on what we have in place of trying over what we don't have. If we think and approach positively, even in a negative situation, then we will be able to solve our problems more efficiently. If we think and approach positively, even in a negative situation, then we will be able to solve our problems more efficiently. ഇതാണ് ഇവിടുത്തെ മെസ്സേജ്. ഓദർ തന്നേക്കുന്ന മെസ്സേജ് ഏതാ നോക്കിക്കോ. ഓദർ തന്ന മെസ്സേജ് എന്താ? ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പറ്റിയാണോ? ബ്രിങ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം അതാണോ? പോസിറ്റീവ് അപ്രോച്ച് ഹെൽപ്സ് ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം എഫിഷ്യൻലി ആണോ? അതോ പീപ്പിൾ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഷുഡ് ബി ഗിവൺ എക്സ്ട്രാ സപ്പോർട്ട് ആൻഡ് കെയർ ആണോ? ഓർ one should follow their artistic interest in free time? Simple ആയ ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കാം അല്ലേ. പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി. Everything, any problem can be solved efficiently. That's it. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 21ാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കാം എങ്ങനെയാണ്. Each of the sentence has a blank space and 5 words are given below. Click on the word which you consider more appropriate to fill the blank. Fill in the blank question ആണ് കേട്ടോ. Fill in the blank. അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ തവണ HCL ചെയ്തില്ലേ ആ ടൈപ്പ്. നോക്കാം. Union Home Minister Amit Shah had announced the dash of Article 30 of the Constitution. Article 30 A capital letter ആണ്. എനിക്ക് ടൈപ്പ് വന്നു. ഞാൻ അപ്പോഴേ ഓർത്തായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി ചെയ്യാൻ. I'm so sorry. Article 30 of the Constitution, which resulted in Jammu and Kashmir being carved into 2 union territories. Enforcement, implementation, scrapping, preserving, retaining. Union Home Minister Amit Shah had announced the dash of Article 370 of the Constitution, which resulted in Jammu and Kashmir being carved into 2 union territories. Enforcement, implementation, scrapping,
പ്രിസർവിങ്, റിട്ടൈനിങ് എല്ലാം ആപ്റ്റ് ഓപ്ഷനാണ്. ജെറണ്ടോ അല്ലെങ്കിൽ നൗൺ ഫോർമുലേഷൻ എന്തായാലും ആൻസർ വരുള്ളൂ. കാര്യം ദ എന്ന ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിളിന് ശേഷം എന്തായാലും നൗൺ അല്ലേ വരേണ്ടത്. അപ്പൊ ഇതിൽ ഏതും വരാം, ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരേണ്ടതെന്ന് പറയും. പിന്നെ ഒരു കാര്യോട് പറയാം എല്ലാവരും, ഇതേ സെന്റൻസ് എവിടുന്ന് വന്നാന്നറിയോ? നേരെ നോക്കിക്കേ, സെന്റൻസ് എവിടുന്ന് എടുത്ത് വന്നേ നോക്കിയേ. ഈ സെന്റൻസ് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു എഡിറ്റോറിയൽ നിന്ന് അതേപോലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദ ഹിന്ദുവിൽ നിന്ന് അതേപോലെ എടുത്ത ഒരു സെന്റൻസാ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചു നോക്കിക്കോ. എല്ലാ സെൻട്രൽ എക്സാംസിനും ഇപ്പൊ PSC എക്സാംസിനും ഇത് ആയിട്ടുണ്ട്, ശീലമായിട്ടുണ്ട്. അപ്പൊ ഹിന്ദു എഡിറ്റോറിയൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചോണേ. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്, സെയിം ക്വസ്റ്റ്യൻ ടേക്കൺ ഫ്രം ദ ഹിന്ദു എഡിറ്റോറിയൽ. നോക്കാം. ഓക്കെ, പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ആർട്ടിക്കിൾ 370 ആണോ? ആർട്ടിക്കിൾ എൻഫോഴ്സ് ചെയ്യോ നമ്മൾ? ഇംപ്ലിമെന്റേഷൻ ആണോ? ആർട്ടിക്കിൾ 370 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? പ്രിസർവ് ചെയ്യുകയാണോ ചെയ്യുന്നത്? റിട്ടൈൻ ചെയ്യുകയാണോ ചെയ്യുന്നത്? ഓർ സ്ക്രാപ്പിംഗ്? എന്താണ്? എന്താ ഇവിടുത്തെ വരേണ്ടത്? ആർട്ടിക്കിൾ 370 എന്താ? ആർട്ടിക്കിൾ 370 നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ആർട്ടിക്കിൾ 370 ഒഴിവാക്കുകയല്ലേ ചെയ്തത്? ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയിട്ടാണ് കശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറി, ജമ്മു ആൻഡ് കശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയത് അല്ലേ? അപ്പൊ ഇൻഫോഴ്സ് ചെയ്യുകയല്ല, ഇംപ്ലിമെന്റ് ചെയ്യുകയല്ല, സ്ക്രാപ്പിംഗ് ആണ് ചെയ്തത്. ആൻസർ ഇസ് തേർഡ് വൺ, സ്ക്രാപ്പിംഗ്. സ്ക്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അബാൻഡൻ ചെയ്തു, ആർട്ടിക്കിൾ അബാൻഡൻ ചെയ്തു, അല്ലെ ക്യാൻസൽ ചെയ്തു, ഡ്രോപ്പ് ചെയ്തു, അബോളിഷ് ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. സ്ക്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അബോളിഷ് ചെയ്യാം, അബോളിഷിങ് എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുവാണേ. നീക്കം ചെയ്യാന്നുള്ള അർത്ഥം അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, a large proportion of those with mild or no symptoms are expected to clear out the infection without any external dash. A large proportion of those with mild or no symptoms are expected to clear out the infection without any external dash. External imperfect, external elapsed, external randomized, external intervention, external concoction. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞൊരു അജക്റ്റീവാ, അജക്റ്റീവിന് ശേഷം പറഞ്ഞ ഒരു നൗൺ ആയിരിക്കണം. അപ്പൊ ഇവിടെ നൗൺ മാത്രമേ വരത്തുള്ളൂ, അതുകൂടെ ഓർത്തോണം കേട്ടോ. GK ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ്, അത് GK ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ പറയാണ്, അത് ചോദിച്ചത് GK ആയിട്ട് ചോദ്യമായിട്ടല്ല, ഇംഗ്ലീഷിലെ ചോദ്യമായിട്ടാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അങ്ങനെ ചോദ്യം ESICയിൽ കഴിഞ്ഞ തവണ ചോദിച്ച 2019. അഖിൽ ദയുടെ റിലേഷൻ ദ എന്ന് കണ്ടിട്ടുണ്ട്, ഓർത്താൽ തൊട്ടടുത്തൊരു നൗൺ ഉണ്ടാവും. ദ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ അല്ലേ? ദ ആയിക്കോട്ടെ, എ ആയിക്കോട്ടെ, ആൻ ആയിക്കോട്ടെ, അതിന് തൊട്ടടുത്ത് എന്തായിരിക്കും? ഒരു നൗൺ ആയിരിക്കും വരുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞു. ഇവിടെ ഏതാ വരട്ടെ? ഇംപെർഫെക്റ്റ് എന്ന് വരുമോ? ഇംപെർഫെക്റ്റ് എന്താ അർത്ഥം? അജക്റ്റീവാ, അവിടെ അത് വരാൻ പറ്റില്ല. ലാപ്സ്ഡ് വരില്ല, റാൻഡമൈസ്ഡ് വരില്ല. പിന്നെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ കോൺകോക്ഷൻ, ഏതാ കറക്റ്റ് വരാം? എന്താ ഇന്റർവെൻഷൻ? നിങ്ങൾക്ക് അറിയാം, ഇന്റർവെൻ ചെയ്യാം. കോൺകോക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൻസർ ഏതാ വരേണ്ടത്? ഇവിടെ ആൻസർ വരേണ്ട ഏതാണെന്നറിയോ? ഇവിടെ വരേണ്ട ആൻസർ ഇതാണ്, ഇന്റർവെൻഷൻ. ഫോർത്ത് വൺ ആണ് കറക്റ്റ്. കോൺകോക്ഷൻ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ, അല്ലെങ്കിൽ ബ്രൂ ഇല്ലേ, നമ്മൾ ബ്രൂ ചെയ്യാന്ന് പറയില്ലേ, കൂട്ടിച്ചേർക്കുക, ദാറ്റ്സ് ഇറ്റ്. ബ്രൂ അല്ലെ പ്രിപ്പയർ ചെയ്യാന്നൊക്കെയാണ് ഈ പറയുന്ന കോൺകോക്ഷന്റെ അർത്ഥമുള്ളൂ. ഇന്റർവെൻഷൻ, ഇന്റർവെൻ ചെയ്യാം. ഇടപെടൽ, എക്സ്റ്റേണൽ ഇടപെടൽ. എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദോസ് വിത്ത് മൈൽഡ് ഓർ നോ സിംറ്റംസ് ആർ എക്സ്പെക്ടഡ് ടു ക്ലിയർ ഔട്ട് ദ ഇൻഫെക്ഷൻ വിതൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ. ഇത് കോവിഡ് 2019 ക്വസ്റ്റൻ ആണ്, 2019 ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. കോവിഡ് ആ ഒരു ഇതില്ലേ, വൈറസ് ഒക്കെയുള്ള ഇതിന്റെ മൈൽഡ് സിംറ്റംസിനെ പറ്റി പറഞ്ഞ ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റൻ പിടിച്ചോ. Her mother's heart swelled with dash as she watched her son graduate. Her mother's heart swelled dash as she watched her son graduate. Vigor, awe, pride, ego, selflessness. അപർണ, ഞാൻ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, ആഡ് ചെയ്യാം.
ഓക്കെ, ആഡ് ചെയ്തേക്കാം കേട്ടോ. ആൻസർ പറഞ്ഞോ. ആഡ് ചെയ്തിട്ടുണ്ടോ? അപർണ ആഡ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, പറഞ്ഞു. അമ്മ ആകപ്പാടെ എന്തായി അമ്മയ്ക്ക്? അമ്മയുടെ ഹൃദയം എന്തുകൊണ്ടാ? അഭിമാനത്താൽ അല്ലെ സ്വെൽ ചെയ്തു എന്ന് പറയുന്നത്. അഭിമാനം, പ്രൈഡ് ആണ്. കാര്യം എന്താ? ഗ്രാജുവേഷൻ സമയത്ത് മകൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അമ്മ അഭിമാന പുളകിതനായി അല്ലല്ലോ, അല്ലെ? അപ്പൊ അവിടെ ആൻസർ എന്തായാലും വിഗർ അല്ല, ഓ അല്ല, ഈഗോ അല്ല, സെൽഫ്ലെസ്നെസ് അല്ല, പ്രൈഡ് ആണ്. ദാറ്റ്സ് ഇറ്റ്, പ്രോപ്പർ ആൻസർ. അടുത്ത് നോക്കാം. മൾട്ടി ഫാസറ്റഡ് എക്സ്ചേഞ്ചസ് വിത്ത് സ്ട്രോങ് ഗ്രോത്ത് ഡാഷ് ദ നേച്ചർ ഓഫ് ഇന്ത്യസ് എൻഗേജ്മെന്റ് വിത്ത് അറബ് റീജിയൻ. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇച്ചിരി വ്യത്യാസമുണ്ട്. 2 ഓപ്ഷൻ ഇവിടെ പോകും. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സെപ്പറേറ്റ്, ക്യാരക്ടറൈസ്, ഈക്വൽ, ഡിസ്റ്റിങ്വിഷ്. 2 ഓപ്ഷനും വരും. എ ആൻഡ് ബി ആണോ, ബി എൻ സി ആണോ, സി എൻ ഡി ആണോ, ഡി എൻ ബി ആണോ, എ എൻ ഡി ആണോ? നോക്കണേ, ഇച്ചിരി വ്യത്യാസപ്പെട്ട ഒരു ചോദ്യമാണ്. മൾട്ടി ഫാസറ്റഡ് എക്സ്ചേഞ്ചസ് വിത്ത് സ്ട്രോങ് ഗ്രോത്ത് ഡാഷ് ദി നേച്ചർ ഓഫ് ഇന്ത്യസ് എൻഗേജ്മെന്റ് വിത്ത് അറബ് റീജിയൻ. ഇത് വീണ്ടും ന്യൂസിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, ഹിന്ദുവിൽ നിന്ന് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പറഞ്ഞു. സെപ്പറേറ്റ്, ക്യാരക്ടറൈസ്, ഈക്വൽ, ഡിസ്റ്റിങ്വിഷ്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആവും? ഓക്കെ, ഇതെന്നെ പറ്റിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഇന്ന് ആൾക്കാരും കുറവ്, അതുകൊണ്ട് എനിക്കൊരു ഇന്ന് ആൾക്കാരും പൊതുവെ നമ്മുടെ ലൈവിലെ ആൾക്കാർ കുറവ്. ESIC ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ ഭയങ്കര ലൈവിൽ കുറവ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പഠിപ്പിക്കുന്നതിന് മാത്രം ശ്രദ്ധിക്കില്ല. സോ പീപ്പിൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും. ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അങ്ങ് ഷെയർ ചെയ്തേ, എത്തിച്ച് പറഞ്ഞു കൊടുത്തേ നമ്മൾ ലൈവിൽ പോവാ. ESICയുടെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് മറ്റുള്ളവരൊന്ന് അറിയിച്ചേ. ഷോ ഇറ്റ് that we are discussing questions. English questions ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PYQ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, കഠിനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയട്ടെ. ഈ മോഡിന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ നൗഫലെ. ഇത് ചാൻസ് ഇല്ലാത്തതാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ടൊന്ന് പഠിച്ചോ. ഇരിക്കട്ടെ, ഒരെണ്ണം അല്ലേ, ഒരെണ്ണം കയ്യിലിരുന്ന എപ്പോഴും നല്ലതല്ലേ. ഇവിടെ ഏതാ വരാൻ ചാൻസ് കൂടുതൽ? ഇവിടെ സെപ്പറേറ്റ് വരുമോ? ഗ്രോത്ത് സെപ്പറേറ്റ് ദി നേച്ചർ ഓഫ് ഇന്ത്യസ് എൻഗേജ്മെന്റ് വിത്ത് അറബ് നേഷൻ പറ്റില്ല. മൾട്ടിഫേസഡ് എക്സ്ചേഞ്ചസ് ക്യാരക്ടറൈസ് വരാം അല്ലേ, ഈക്വൽ വരില്ല, ഇക്വേറ്റ് എന്നൊക്കെയാണ് കറവ് വന്നതിന്. ഡിസ്റ്റിങ്വിഷും ക്യാരക്ടറൈസ് ഒരു മീനിങ് അല്ലേ. അപ്പൊ ആൻസർ വരാൻ ഇവിടെ ചാൻസ് ഉള്ള 2 ഓപ്ഷൻ ഏതാ? ബി ആൻഡ് ഡി. ബി ആൻഡ് ഡി ഉണ്ടോ? ഡി ആൻഡ് ബി, യെസ്. ഫോർത്ത് വൺ ആൻസർ ഈസ് ഡി ആൻഡ് ബി. മൾട്ടി ഫാസറ്റഡ് എക്സ്ചേഞ്ചസ് വിത്ത് സ്ട്രോങ് ഗ്രോത്ത് ക്യാരക്ടറൈസ് സി, അതുപോലെ തന്നെ ഓർ അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ്, 2 വരാം. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lieutenant Governor of Jammu and Kashmir on Saturday dash an economic package worth rupees 1,350 crore for the newly formed union territory. നോക്കി, ഇതൊക്കെ നോക്കി പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ചോദ്യം വന്നേക്കുവാണ്. എഡിറ്റോറിയൽ നിന്ന് അതേപോലെ എടുത്ത് ചോദിച്ചേക്കാണ് കേട്ടോ. ന്യൂസിൽ വരുന്ന അതേ സാധനം എടുത്ത് അവർ ചോദിക്കുക. അവർക്ക് എളുപ്പമാണല്ലോ, എളുപ്പമായിട്ട് ചോദിച്ചേക്കണം. നോക്കിയേ, Lieutenant Governor of Jammu and Kashmir on Saturday dash an economic package worth rupees 1,350 crore for the newly formed union territory. Produced, announced, stated, theft. പറഞ്ഞു, ഏതൊക്കെ വരാം? സാറ്റർഡേയിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു, അനൗൺസ് ചെയ്തു, സ്റ്റേറ്റ് ചെയ്തു, തെഫ്റ്റ് ചെയ്തു. ഏതാ വരണ്ടേ? ഓഫ് കോഴ്സ് ഇവിടെ 2 ഓപ്ഷനേ വരാൻ ചാൻസ് ഉള്ളൂ. ഏതാ? അനൗൺസ് ചെയ്തു എന്ന് പറയുന്നതും സ്റ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ 2 ഒരേ മീനിങ്ങാ. പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയില്ല അല്ലെ. ഇക്കണോമിക് പാക്കേജ് പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല, അനൗൺസ് ചെയ്തു അല്ലെ. സോറി, അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തു. സോ ആൻസർ ഏതാ വരേണ്ടത്? ബി ആൻഡ് സി വരുന്ന ഓപ്ഷൻ ഏതാ? സെക്കൻഡ് വൺ. ആൻസർ ഇസ് ബി, സെക്കൻഡ് വൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മളിപ്പം ചെയ്തു.
വീണ്ടും 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇതിലും. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലെ. 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത സെറ്റാണ്. ഇപ്പൊ UDCയുടെ കഴിഞ്ഞ് നമ്മൾ MTSന്റെയും ടൈപ്പ് നോക്കണ്ടേ. MTSൽ വരുന്ന ക്ലോസ് ടെസ്റ്റ് നോക്കാം കേട്ടോ. ഇതും ക്ലോസ് ടെസ്റ്റ് തന്നെയാണ്. 11 to 20 ക്വസ്റ്റ്യൻസ് ആണ്. 11 മുതൽ 20 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലോസ് ടെസ്റ്റ്. അടുത്ത സെറ്റ് നോക്കുവാണേ. അതിൽ പാസേജ് വരുന്നു, കറസ്പോണ്ടിങ് ആൻസർ നോക്കിയിടുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. The valuation of a particularist epistemology is coupled with the claim to possess the authority to speak on particular culture's behalf. In practice, that means that only members of a particular culture can speak on its behalf. As a dash, it was claimed that only feminist theoreticians had the epistemological authority to write about dash. നമുക്ക് നോക്കാം. As a dash, as a എന്തോ, ആസ് എ ഡാഷ്. എ വന്നിട്ടുണ്ട്. അപ്പൊ എ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്നത് എന്തായിരിക്കും? ഒരു നൗൺ ആയിരിക്കും. എ ആർട്ടിക്കിൾ അല്ലേ, അപ്പൊ വരാൻ പോകുന്ന ഒരു നൗൺ ആയിരിക്കും നമുക്കറിയാം. ഓപ്ഷൻ 11 നമുക്ക് പോയി നോക്കാം. ഓപ്ഷൻ എന്താണ്? ആസ് എ ഡാഷ്, ആസ് എഫക്ട്, റൂൾ, റിസൾട്ട്, ലോ. പറഞ്ഞു. ഓക്കെ, പറഞ്ഞു ഏതായിരിക്കും വരുന്നത്? ആസ് എൻ എഫക്ട്, ആസ് എ റൂൾ, ആസ് എ റിസൾട്ട്, ആസ് എ ലോ. ഗുഡ് ഈവനിങ് അഷ്റത്, ഗുഡ് ഈവനിങ്. ഓക്കെ, യാ. ഓക്കെ, പോരട്ടെ. ആസ് എ റിസൾട്ട് അല്ലേ? ആസ് എ റിസൾട്ട്, ആൻസർ ഇസ് റിസൾട്ട്. അതാണ് ആൻസർ. ആസ് എ റിസൾട്ട്. ഓക്കെ, ആസ് എ റിസൾട്ട് ഇറ്റ് വാസ് ക്ലെയിം ദാറ്റ് ഓൺലി ഫെമിനിസ്റ്റ് തിയറിറ്റീഷ്യൻസ് ഹാഡ് ദി എപ്പിസ്റ്റമോളജിക്കൽ അതോറിറ്റി ടു റൈറ്റ് അബൌട്ട് ഡാഷ്. എന്തിനെ പറ്റി എഴുതാനാ? റൈറ്റ് അബൌട്ട് ആണ്. അബൌട്ട് ഇസ് എ പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷന് ശേഷം വരേണ്ടത് ഒബ്ജക്റ്റ് ആയിരിക്കും. ആണല്ലോ. അബൌട്ട് പ്രൊപ്പോസിഷൻ എന്താണ് നോക്കാം. 12th one. About girls, about women, about ladies, about maids. ഫെമിനിസ്റ്റ് തിയറിറ്റീഷ്യൻസ് ആരെ പറ്റി എഴുതുന്നത്? ഗേൾസിനെ പറ്റിയാണോ വിമനെ പറ്റിയാണോ? അവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എപ്പിസ്റ്റമോളജി, റൂട്ട് എഴുതാൻ പറ്റുള്ളൂ. എപ്പിസ്റ്റമോളജി മീൻസ് റൂട്ട്, തായ് വേര് മുതൽ എഴുതി വിടുന്നു. ഗേൾസിനെ പറ്റിയാണോ, വിമനെ പറ്റിയാണോ, ലേഡീസിനെ പറ്റിയാണോ, ഓർ മെയ്ഡ്സിനെ പറ്റിയാണോ? അബൌട്ട്, റൈറ്റ് അബൌട്ട് ഗേൾസ്, വിമൻ, ലേഡീസ്, മെയ്ഡ്സ്. പറയൂ, ആൻസർ പറ. പറഞ്ഞു. അത് ഉറപ്പിക്കാം അല്ലെ? വേറൊന്നും നമുക്ക് നോക്കാനില്ല. ആരെ പറ്റിയാ ഫെമിനിസ്റ്റ് തിയറിറ്റീഷ്യൻസ് എഴുതുക? ആരെ പറ്റിയായിരിക്കും? ഫെമിനിസ്റ്റ് തിയറിറ്റീഷ്യൻസ് ഹാഡ് ദ എപ്പിസ്റ്റമോളജിക്കൽ അതോറിറ്റി ടു റൈറ്റ് അബൌട്ട് ഡാഷ്. ഗേൾസിനെ പറ്റിയാണോ? അല്ല. ആരെ പറ്റിയായിരിക്കും? വിമനെ പറ്റി, സ്ത്രീകളെ പറ്റി. ലേഡീസ് അല്ല. ലേഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജെന്റിൽമെൻ ലേഡീസ് വളരെ അങ്ങനെ പറയുന്ന ആ പേര് പറയുന്നത് തന്നെ വളരെ ഹൈ ക്ലാസ് എന്ന രീതിയിൽ അർത്ഥമാണ്. അല്ല, മെയ്ഡ്സിനെ പറ്റിയോ അല്ല. സോ മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13th question. Similarly, it was suggested that only black dash had the. It was suggested that only black dash. Black എന്ത്? ബ്ലാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിട്ടാ? ക്വാളിഫയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന കമ്മ്യൂണിറ്റിയെ പറ്റി പറയാം. എനിവേ ഇവിടെ കൊടുത്തിരുന്ന ബ്ലാക്ക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ എന്തായാലും വേണ്ട ഒരു നൗൺ ആയിരിക്കും. ബ്ലാക്ക് ഡാഷ്. ബ്ലാക്ക് ആര്? ബ്ലാക്ക് മെൻ, ബ്ലാക്ക് വിമൻ, ബ്ലാക്ക് പ്രീസ്, ബ്ലാക്ക് പീപ്പിൾ. ഏതാണ് ഇവിടെ വരുന്നത് നോക്കാം കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ടേ പോകാവുള്ളൂ. എല്ലാം വരാം, ഓപ്ഷൻ വരാം അവിടെ. സിമിലർലി ഇറ്റ് വാസ് സജസ്റ്റഡ് ദാറ്റ് ഓൺലി ബ്ലാക്ക് ഡാഷ് ഹാഡ് ദി റിഗർ ടു റൈറ്റ് അബൌട്ട് ബ്ലാക്ക് ഡാഷ്. വീണ്ടും രണ്ടും ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. 14 ബ്ലാക്ക് ആണ്, 13 ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടും ബ്ലാക്ക്. ആൻഡ് ദാറ്റ് ഓൺലി നേറ്റീവ് അമേരിക്കൻസ് കുഡ് ടെൽ ദി ഡാഷ് ഓഫ് ദെയർ പീപ്പിൾ. അപ്പൊ നമുക്ക് ബ്ലാക്ക് കഴിഞ്ഞിട്ട് എന്താ വന്നേക്കുന്നത് നോക്കിയാലോ. ഇറ്റ് വാസ് സജസ്റ്റഡ് ദാറ്റ് ഓൺലി ബ്ലാക്ക് ഡാഷ് ഹാഡ് ദി റിഗർ ടു റൈറ്റ് അബൌട്ട് ബ്ലാക്ക് ഡാഷ്. നോക്കാം. 13th one, black men, black women, black priests, black people. ആർക്കാണ് എഴുതാൻ പറ്റുക? only black men, only black women, only black priests, only black people.
കാലഘട്ടം ഓർമ്മ വേണേ, എന്നിട്ട് പറയണം ആൻസർ. ഓക്കെ, ഇവിടെ ഞാനത് ഹോൾഡ് ചെയ്യാണ്, ഇത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാണ്, ഇതൊന്ന് വെയിറ്റ് ചെയ്യണേ, എന്നിട്ട് അടുത്തോട്ട് വരാം. നോക്കിക്കേ, ഹോൾഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് അടുത്തോട്ട് വരാം കേട്ടോ. നോക്കിക്കേ, ദ റൈറ്റ് ടു റൈറ്റ് അബൌട്ട് ദ ബ്ലാക്ക് ഡാഷ്, റൈറ്റ് അബൌട്ട് ദ റിഗേർഡ് ടു റൈറ്റ് അബൌട്ട് ദ ബ്ലാക്ക് ഡാഷ്. ഇവിടെ ഒപ്പം എന്ത് വരും? 14ാമത്തേന് എന്ത് വരും? ബ്ലാക്ക് ഹിസ്റ്ററി, ബ്ലാക്ക് ജോഗ്രഫി, ബ്ലാക്ക് ലിറ്ററേച്ചർ, ബ്ലാക്ക് ഇക്കണോമിക്സ്. എന്തിനെ പറ്റിയാണ് എഴുതുന്നത്? അപ്പൊ ബ്ലാക്ക് പീപ്പിൾ തന്നെയല്ലേ ഇവിടെ? ഇവിടെ അല്ല, ഇവിടെ ഹോൾഡ് ചെയ്ത ഭാഗം എടുക്കാം. ബ്ലാക്ക് പീപ്പിൾ, ബ്ലാക്ക് പീപ്പിളിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ബ്ലാക്ക് എന്തിനെ പറ്റി? ബ്ലാക്ക് എന്തിനെ പറ്റി എഴുതുന്നത്? ബ്ലാക്ക് ഹിസ്റ്ററിയെ പറ്റിയാണ്, ബ്ലാക്ക് ജോഗ്രഫിയെ പറ്റിയാണ്, ബ്ലാക്ക് ലിറ്ററേച്ചറെ പറ്റിയാണ്, ബ്ലാക്ക് എക്കോണമിയെ പറ്റിയാണോ? ബ്ലാക്ക് ചരിത്രം, ബ്ലാക്ക് ഹിസ്റ്ററിയെ പറ്റി അല്ലേ? ബ്ലാക്ക് ഹിസ്റ്ററി ഇറ്റ് ഈസ്. ഓക്കെ, അടുത്ത് നോക്കാം. And that only Native Americans could tell the dash of their people. Could tell the dash. ദി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിളിന് ശേഷം വീണ്ടും വരുന്നത് ഒരു നൗൺ ആയിരിക്കും. Tell the dash of their people. Tell the what? 15ാമത്തെ നോക്കാം. Tell the people of their people. Tell the life of their people. Tell the stories of their people. Tell the films of their people. Tell the people of their people, tell the life of their people, tell the stories of their people, tell the films of their people. എന്ത് വരും? പറഞ്ഞു. പറയുന്നത് എന്താ? നമ്മൾ എന്തിനെ പറ്റി പറയാ? ടെൽ എ സ്റ്റോറി പറയാം, ടെൽ എ ലൈ പറയാം, ടെൽ ലൈഫ് പറയോ? ടെൽ ലൈഫ് അല്ല, ടെൽ സ്റ്റോറീസ് ആണ് കേട്ടോ. ടെൽ കഥ പറയാ. ടെൽ എ ടെയിൽ, ടെൽ എ സ്റ്റോറി, ടെൽ സ്റ്റോറീസ് ഓഫ് ദി ബ്ലാക്ക് പീപ്പിൾ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. രണ്ടും ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. ലൈഫ് അല്ല, യു ആർ നോട്ട് ടെല്ലിംഗ് ദ ലൈഫ്, യു ആർ ടെല്ലിംഗ് അബൌട്ട് ദ ലൈഫ്. ലൈഫിനെ പറ്റി പറയുക എന്ന് പറയാം. യു ആർ ടെല്ലിംഗ് അബൌട്ട് ദ ലൈഫ്, കറക്റ്റാ. or you are speaking about the life, correct? Life in a patti parayam, but you cannot tell life, you can tell a story only. Okay, appo avade 15ാമത്തെ story aanu ട്ടോ. And moving on to 16th one. Okay, this insistence that there is dash difference in experience and understanding between different dash of people serve to legitimize and entrench dash. നോക്കാം. This instance that there is dash difference. ഡിഫറൻസ് ആണ് ഇവിടുത്തെ നൗൺ. അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവോ എന്തെങ്കിലും ആയിരിക്കും വരേണ്ടത്, എന്തെങ്കിലും ഡിറ്റർമിനർ ആയിരിക്കും വരേണ്ടത്. This instance is that there is dash difference in experience and understanding. There is dash difference. നോക്കാം 16th one എന്താ നോക്കാം. There is unfathomable difference, uncountable difference, unmanageable difference, unbridgeable difference. എന്ത് വരും? മൈ അങ്കിൾ ഈസ് എൻ ആർട്ടിസ്റ്റോ. അപ്പം മൈ അങ്കിൾ അല്ലേ, ഈസൻ ഹി നദാൽ അല്ലേ, നദാൽസ് ഡ്രീംസ്. ഓക്കെ, മൈ അങ്കിൾ ആണ്, അങ്കിൾ ഈസ് ഹി. അങ്കിൾ എന്ന് പറയുമ്പോൾ ആണാണ്, ഹി വരും. അപ്പോൾ ഈസ് ആണ് അവിടുത്തെ നൗൺ വന്നിരിക്കുന്നത്, വേർബ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈസൻ ഹി. മൈ അങ്കിൾ ഈസ് എൻ ആർട്ടിസ്റ്റ്, ഈസൻ ഹി. അത് ഓക്കെ. ഹായ് നുസൈബ, ഗുഡ് ഈവനിങ്. പറഞ്ഞു. ഇവിടെ ഏത് വരും? എന്ത് ഡിഫറൻസാ? അൺഫാദമബിൾ ഡിഫറൻസ്, അൺകൗണ്ടബിൾ ഡിഫറൻസ്, ഓർ അൺമാനേജബിൾ ഡിഫറൻസ്, ഓർ അൺബ്രിഡ്ജബിൾ ഡിഫറൻസ്. അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന എന്താ? ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഡിഫറൻസ് എന്നാ. ഇറ്റ്സ് അൺബ്രിഡ്ജബിൾ ആണ് കേട്ടോ കറക്റ്റ്. അൺഫാത്തമബിൾ എന്ന് പറഞ്ഞാൽ ദൂരം, ഡിസ്റ്റന്റ് എന്നർത്ഥം. നമുക്ക് ദൂരം അടുപ്പിക്കാൻ പറ്റാത്തതെന്നാണ്. കൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തത്, അൺമാനേജബിൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അൺബ്രിഡ്ജബിൾ എന്ന് പറഞ്ഞാൽ പാലമിട്ട് നമുക്ക് അതിനെ എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് കൻ നോട്ട് ബി കണക്റ്റഡ്. അങ്ങനത്തെ ഒരു ഡിഫറൻസ്, ദാറ്റ് കൻ നോട്ട് ബി കണക്റ്റഡ്. അതാണ് അൺബ്രിഡ്ജബിൾ. ബ്രിഡ്ജ് എന്തിനാ ഉപയോഗിക്കുന്നത്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അൺബ്രിഡ്ജബിൾ ഡിഫറൻസ് ആണ് കേട്ടോ വരണ്ടേ. കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് തൊട്ട് പോകാം. അടുത്ത ക്വസ്റ്റൻ ഉണ്ട്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ.
Difference in experience and understanding between different dash of. Okay. Unbridgeable difference in experience and understanding between different dash of people. Different dash of people. Different end of people. Different dash of people. Different groups of people. Different herds of people. Different castes of people. Different tribes of people. Different dash of people. Groups of people. Herds of people. Castes of people. Tribes of people. Dash of people. Of course, it is different groups of people. Vibhagakar, group, different groups. Correct it is. Yes, it is. അപ്പോൾ അടുത്തോട്ട് നോക്കാം 18ാമത്തെ ചോദ്യം അല്ലേ 18ാമത്തെ ചോദ്യം നോക്കാം and of people serve to legitimize and entrench legitimize ചെയ്യുക and entrench dash entrench എന്ന് പറയുന്ന verb അല്ലേ അപ്പോൾ അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് അല്ലേ വരണ്ടേ അപ്പോൾ ഒബ്ജക്റ്റ് entrench what legitimize and entrench dash partitions divisions separations multiplications legitimize ചെയ്യുക legalize ചെയ്യുക partitions ആണോ divisions ആണോ separations ആണോ multiplications ആണോ partitions divisions separations multiplications ഏത് വരും പാർട്ടീഷൻസ് ആണോ ഡിവിഷൻസ് ആണോ സെപ്പറേഷൻസ് ആണോ മൾട്ടിപ്ലിക്കേഷൻസ് ആണോ ഐ എം സോറി സെപ്പറേഷൻസ് അല്ല ഡിവിഷൻസ് ആണ് കേട്ടോ ഡിവിഷൻസ് വ്യത്യാസങ്ങൾ ഡിവിഷൻസ് ആണ് ഓക്കെ അടുത്ത പിടിച്ചോ culture itself which enlightened thinkers perceived as dash and constantly culture itself which enlightened thinkers perceived as dash and constantly interacting and changing phenomenon was now rendered dash and fossilized okay appo culture itself which enlightened thinkers perceived as dash 19th one perceived as fluid fixed flowing solid culture itself which enlightened thinkers is perceived as fluid ആണോ ഫിക്സ്ഡ് ആണോ ഫ്ലോയിങ് ആണോ സോളിഡ് ആണോ culture എന്ത് ചെയ്താൽ perceived as what perceived as fluid perceived as fixed perceived as flowing perceived as solid as കഴിഞ്ഞിട്ട് എന്ത് വരാം fluid വരാം fixed വരാം flowing വരാം എല്ലാം വരാം പക്ഷെ apt one is fluid ആണ് കേട്ടോ apt one is fluid ആണ് perceived as fluid അതാണ് correct answer okay fluid interacting and constantly interacting and changing phenomenon interacting and changing phenomenon was now rendered dash and fossilized rendered dash and fossilized it was in context of fossilization of cultural identity that issue of cultural appropriation became politicized okay appo adine endu render cheyapettu engane render cheyapettu rendered dash and fossilized rendered ed formulation endelum varunundavum yes rendered frigid rendered rigid and rendered upright rendered rigid rigid and fossilized, upright and fossilized, rigged and fossilized, frigid and fossilized. എന്ത് വരണം പറഞ്ഞു
ഫോസിലി ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക എന്നല്ലേ ആണല്ലോ. അപ്പൊ അതിൻ്റെ കൂടെ റിഗ്ഡ് വരില്ല. റിഗ്ഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ എന്ന അർത്ഥം, സപ്ലൈ എന്നുള്ള വരില്ല. ഒന്ന് ആകെപ്പാടെ വരുന്ന ഇവിടെ റിജിഡ് എന്ന ഓപ്ഷനാണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് നോട്ട് ഫ്ലെക്സിബിൾ, ഇറ്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ എന്ന് പറയില്ലേ, ഫ്ലെക്സിബിൾ അല്ലാത്തത്, അതിനാണ് റിജിഡ് എന്ന് പറയുക. സോ ആൻസർ ഇവിടെ റിജിഡ് ആവരണ്ടേ, ആൻസർ റിജിഡ് ആവരണ്ടേ കേട്ടോ. അടുത്തിലോട്ട് പോകാവേ. ഇനി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സെന്റൻസ് നോക്കിക്കോ. ഇറ്റ്സ് ഗിവൺ ബിലോ ഇസ് എ സെന്റൻസ് ഓർ ഫേമസ് സെയിങ്. പ്രോവേർബ് ആയിരിക്കാം, സെയിങ് ആകാം, സെഗ്മെന്റ്സ് ആകാം, പാരജംബിൾഡ് ആയിട്ട് കിടക്കും. ഇറ്റ്സ് നോട്ട് സെന്റൻസ് റീഅറേഞ്ച്മെന്റ്. സെന്റൻസ് തമ്മിൽ ജംബിൾഡ് ആയിട്ട്, വേർഡ്സ് തമ്മിൽ ജംബിൾഡ് ആയിട്ട്, സെന്റൻസിന്റെ പാർട്ട് ജംബിൾഡ് ആയിട്ട് കിടക്കുന്നു. ആൻഡ് ഓപ്ഷൻസ് നോക്കി ആൻസർ പറയാം. നോക്കാം. ഡൈസ് ഫോർ ബിക്കോസ് എ തിങ്, എ മാൻ, ഇറ്റ് ഇസ് നോട്ട് നെസസറിലി ട്രൂ. നോക്കണേ. ഡൈസ് ഫോർ ബിക്കോസ് എ തിങ്, എ മാൻ, ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ട്രൂ. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത് നോക്കി. സബ്ജക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, അപ്പോൾ ഏകദേശം കിട്ടും. ബിക്കോസ് ഫസ്റ്റ് വരാൻ പറ്റുമോ? ബിക്കോസ് വരില്ല. എ തിങ് വരുമോ? എ തിങ് വരാം അല്ലെ. 3 വെച്ചിട്ട് തുടങ്ങാം. യെസ്, 3 വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് എല്ലാം. എ തിങ് ആണ് സബ്ജക്റ്റ്. തേർഡിൽ തുടങ്ങുന്നു 6-1. എ തിങ് ഇസ് നോട്ട് നെസസറിലി ട്രൂ ബിക്കോസ് എ മാൻ ഇറ്റ് വരില്ല. അപ്പൊ ഇത് തെറ്റ. എ മാൻ ഇറ്റ് വരില്ല. ബിക്കോസ് എ മാൻ ഡൈസ് ഫോർ ഇറ്റ്. ഓക്കെ, അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അടുത്തത് എ തിങ് ബിക്കോസ് ഈസ് നോട്ട് നെസസറി ട്രൂ. ഇല്ല, അത് വരില്ല. അടുത്ത് നോക്കിക്കേ. 3 വെച്ച് കൊടുക്കുന്നു. എ തിങ്, എ മാൻ, ഇറ്റ്. എ തിങ്, എ മാൻ, ഇറ്റ് വരില്ല. ഏതായിരിക്കും ആൻസർ വരണ്ടേ? രണ്ടാമത്താണ് അല്ലെ. ആകപ്പാടെ മീനിങ് ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരേ സാധനം ഇതേ ഉള്ളൂ. അതായത് സബ്ജക്റ്റ് വന്നു, എ തിങ് ഇസ് നോട്ട്, വേർബ് ഇവിടെ വന്നു. ദാ സബ്ജക്റ്റിന്റെ വേർബ് ഈസ് നോട്ട് നെസസറിലി, അല്ലെ ഈസ് ആണ് വേർബ് വരിക. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് നെസസറിലി ട്രൂ ബിക്കോസ് അല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഒരു ക്ലോസ് കഴിഞ്ഞു, നെക്സ്റ്റ് ക്ലോസിലോട്ട് പോകണം. ബിക്കോസ് എന്ത്? ബിക്കോസ് കൺജങ്ഷൻ. ബിക്കോസ് കഴിഞ്ഞിട്ട് ബിക്കോസ് ഇറ്റ്, അടുത്ത സബ്ജക്റ്റ്, അടുത്ത ക്ലോസിലെ സബ്ജക്റ്റ് ഇറ്റ് ആണ്. ആൻഡ് ദെൻ ഡൈസ് ഫോർ, ഡൈസ് വേർബ്, നെക്സ്റ്റ് സബ്ജക്റ്റ്, നെക്സ്റ്റ് ക്ലോസിലെ വേർബ്, ഡൈസ് ഫോർ ഇറ്റ്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം. യു ഡോണ്ട് ഹാവ് ടു ടെൽ ദ ട്രൂത്ത് എനിത്തിങ് റിമെമ്പർ ഇഫ് യു. യു ഡോണ്ട് ഹാവ് ടു ടെൽ ദ ട്രൂത്ത് എനിത്തിങ് റിമെമ്പർ ഇഫ് യു. പറഞ്ഞു. അപ്പം നമ്മൾ 35 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് 35, 36 ആയി. 37th ആയത്. 37th ക്വസ്റ്റ്യൻ ആണിത്. പെട്ടെന്ന് പറഞ്ഞു. 37th ക്വസ്റ്റ്യനാണ്. വേഗം. You don't have to tell the truth anything remember if you. 5 വെച്ച് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് വെച്ച് തുടങ്ങാൻ പറ്റില്ല. ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞത് അല്ല. യു ഡോണ്ട് ഹാവ് ടു വെച്ച് തുടങ്ങാം. 5th വെച്ച് തുടങ്ങാണ് ഇഫ് യു വെച്ച് തുടങ്ങാം. 5th യു ഡോണ്ട് ഹാവ് ടു വെച്ച് തുടങ്ങാം. തെറ്റൊന്നുമില്ല. യു ഡോണ്ട് ഹാവ് ടു എനിത്തിങ്. യു ഡോണ്ട് ഹാവ് ടു എനിത്തിങ് വരില്ല. യു ഡോണ്ട് ഹാവ് ടു എനിത്തിങ്. യു ഡോണ്ട് ഹാവ് ടു വാട്ട്. യു ഡോണ്ട് ഹാവ് ടു കഴിഞ്ഞിട്ട് V1 വരാം. 2 + V1 അത് പറ്റില്ല. അപ്പൊ ഇവിടെ 5 വെച്ചിട്ട് തുടങ്ങാം. നോക്കിക്കോ. ഇഫ് യു വേർബ് നോക്കിയേ. ഇഫ് യു കഴിഞ്ഞിട്ട് പിന്നെ യു വരില്ല. ഇഫ് യു കഴിഞ്ഞിട്ട് ടെൽ ദ ട്രൂത്ത് വരാം. ഇഫ് യു എനിത്തിങ് വരില്ല. ഇഫ് യു എനിത്തിങ് വരില്ല. ഇതും വരില്ല. ഇത് രണ്ടിൽ ഏതാ വരേണ്ടത് നോക്കി. ഇഫ് യു ടെൽ ദ ട്രൂത്ത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇഫ് യു ആൻസർ ഏതാ വരണ്ടേ? തേർഡ് വൺ. ഇതും വരില്ല അല്ലേ. ഇഫ് യു ടെൽ ദ ട്രൂത്ത് you don't have to remember anything. That's it. Answer third one ആണ്. If you have to tell the truth അല്ലേ. If you have to tell the truth you don't have to remember anything. That's it. Yes. Moving on. അടുത്തത് നെക്സ്റ്റ് സെറ്റ് 37 കഴിഞ്ഞു. നമ്മൾ അടുത്ത ഇതിലോട്ട് പോവാണ്. 38 അല്ലേ. 38 കഴിഞ്ഞല്ലേ. അടുത്തതിലോട്ട് പോവാണേ. Given below is an ungrammatical defective sentence. And there are 4 options given. One of them is correct and improved form of the sentence. Choose one which improves the given sentence. നോക്കാം. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെ 4 എണ്ണം തന്നിട്ടുണ്ട്. അത് ഏതാണ് ബെറ്റർ ഓപ്ഷൻ നോക്കാം. Men must be stronger, but it's women who endure.
അതിൻ്റെ 4 വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. മെൻ മേ ബി സ്ട്രോങ്ങർ ബട്ട് ഇറ്റ് ഈസ് വിമൻ ഹൂ എൻഡ്യൂർ. Men may be stronger, but it is women who endure. Men must be stronger, but it is women who endure. Men may be stronger, but it's women who endure. ഏതാ കറക്റ്റ് ഓപ്ഷൻ ഉള്ളത്? ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ഉള്ളത് ഏതായിരിക്കും? റയൻ, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നാളെ മറ്റന്നാൾ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 7th or 8th Feb 7th or 8th ഉറപ്പിച്ചോ. ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 27th എക്സാം ഉണ്ടാകും. ഓക്കെ, നാളെ മിക്കവാറും ഹോൾ ടിക്കറ്റ് വരുവാണെങ്കിൽ വരും. നാളെ അല്ലേ മറ്റന്നാൾ, ഞാൻ കൂടി ഏറിപ്പോയെന്ന് മറ്റന്നാൾ, അതിനുള്ളിൽ വരും. 21 ദിവസത്തിനുള്ളിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ വരേണ്ടതാണ് കേട്ടോ. തേർഡ് വൺ വരില്ല കേട്ടോ, ഇവിടെ തേർഡ് വൺ വരില്ല. ആര് തേർഡ് വൺ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്താ, ഇറ്റ് ഈസ് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് സബ്ജക്ട് വേർബിന്റെ കൂടെ മെൻ ഇത് വരില്ല, വിമൻ ഇറ്റ് ഈസ് വരില്ല. വരുമോ? അത് രണ്ടും വരില്ല. ഇറ്റ്സ് വിമൻ വരുമോ? ഇറ്റ്സ് വിമൻ വരില്ല. ഇറ്റ്സ് വിമൻ ഹൂ എൻഡ്യൂർ, ഇതും തെറ്റല്ലേ? അതുകൊണ്ടല്ലേ ആൻസർ ഇപ്പൊ ഏതാ വരണ്ടേ? സെക്കൻഡ് വൺ ആണ് ആൻസർ. ആൻസർ സെക്കൻഡ് വൺ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൻസർ സെക്കൻഡ് വൺ ആണ്. എന്തുകൊണ്ടാ നോക്കിയേ, വുമൺ എന്ന് പറയുന്നത് ഇറ്റ്സ് വുമൺ, അതിന്റെ വുമൺ ഹൂ എന്ന് പറയോ? അതിന്റെ വുമൺ, ആരിന്റെ വുമൺ അല്ല. മെൻ മേ ബി സ്ട്രോങ്ങർ, ആണുങ്ങൾ സ്ട്രോങ്ങർ ആയിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് വുമൺ, സ്ത്രീ ഹൂ എൻഡ്യൂർ. ആൻസർ ഇസ് സെക്കൻഡ് വൺ. മനസ്സിലായോ? ശ്രദ്ധിക്കണേ, ചെറിയ ചെറിയ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഇസ് റോങ്. ഇറ്റ് ഈസ് വിമൻ എന്ന് പറയില്ല, ദേ ആർ വിമൻ എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ? മൂവിങ് ഓൺ. അടുത്തത്, ഇൻഫ്ലിക്ഷൻ ഓഫ് ക്രൂവൽറ്റി ഇൻ എ ഗുഡ് കോൺഷ്യൻസ് ഇസ് ഡിലൈറ്റ് ടു മോറലിസ്. Infliction of cruelty in a good conscience is delight to moralists. Options okay. Infliction of cruelty in a good conscience is a delight to moralists. എന്താ വ്യത്യാസം ഇവിടെ? is a delight. ഇവിടെ ഒരു a വന്നിട്ടുണ്ട്. അടുത്തത്, infliction of cruelty with a good conscience is a delight. with കൊണ്ട് a ഉണ്ട്. അടുത്തത്, the infliction of cruelty in a good conscience ഇവിടെ വന്നേക്കുന്നേ, അവിടെ കറക്റ്റ് good conscience is delight to moralists. okay, is delight to moralists. okay, അടുത്തത്, infliction of cruelty with a good conscience is a delight. അവിടെ delight ഇല്ല. ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ? എല്ലായിടത്തും ദ ഉണ്ട് കേട്ടോ. ഇവിടെ ദ ഇല്ല എന്നുള്ളൂ. ഇവിടെ ഒരു ദയുടെ ഓപ്ഷൻ ആബ്സെൻസ് ഉണ്ട്. അവിടെ എല്ലായിടത്തും ദ ഉണ്ട്. അതാണ് ഇവിടുത്തെ വേരിയേഷൻ. സെക്കൻഡ് ഫോറും അല്ലേ? ഓക്കെ, സെക്കൻഡ് ഫോർത്ത് നോക്കിക്കോ, പറഞ്ഞോ. ശ്രദ്ധിക്കണേ. ഇൻഫ്ലിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രൂവൽറ്റി, എന്താ പറയാ, മറ്റുള്ളവരിൽ ക്രൂവൽറ്റി പ്രകടമാക്കാതെ ഇൻഫ്ലിക്റ്റ് ചെയ്യാന്ന് പറയുന്നത്, പ്രകടിപ്പിക്കാം. മനസ്സാക്ഷിയോട്, നല്ല മനസ്സാക്ഷിയോട് ഒരു ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. മോറലിസ്റ്റുകളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ഒരു കാര്യം, ഡിലൈറ്റിന്റെ ഒരു കാര്യമാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻസർ ഇൻഫ്ലിക്ഷൻ ഓഫ് ക്രൂവൽറ്റി വിത്ത് ഗുഡ് കോൺഷ്യൻസ് ആണ്. ഇന്നാണോ? ഇന്നല്ല, വിത്ത് ആണ് വരേണ്ടത്. പിന്നെ വിത്തിന്റെ വേറെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഫോർ മോറലിസ്റ്റ് അല്ല, ടു മോറലിസ്റ്റ് ആണ്. സോ ആൻസർ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് കേട്ടോ. അത് ഓർത്തോണം കേട്ടോ. ചെറിയ ചെറിയ ഇതാണ് വരുന്നത്. I am a good person, aren't I? Nathal, aren't I? You can't wait with inspiration but have to go before it with a club. You can't wait with inspiration but have to go before it with a club. You can't wait for inspiration but have to go before it with a club. You can't wait for inspiration but have to go after it with a club. You can't wait with inspiration but have to go after it with a club. You can't wait for inspiration but have to
go above it with a club. Okay, go above it, go after it. പിന്നെ ഇവിടെ ഫോർ ആണ്, ഇവിടെ വിത്ത് ആണ്, അതാണ് വ്യത്യാസമുള്ളൂ. ഇവിടെ ബിഫോർ, ഒരു ബിഫോർ ഉണ്ട്, ആഫ്റ്റർ ഉണ്ട്, ആഫ്റ്റർ ഉണ്ട്, പക്ഷെ ഇവിടെ വിത്ത് ആണ് വ്യത്യാസം പറഞ്ഞു. ഏത് വരണം? വെയിറ്റ് വിത്ത് ഇൻസ്പിറേഷൻ ആണോ? വെയിറ്റ് ഫോർ ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. വെയിറ്റ് ഫോർ ഇൻസ്പിറേഷൻ ആണ്. സെക്കൻഡ് വൺ ആ കറക്റ്റ്. ബട്ട് ഹാവ് ടു ഗോ ആഫ്റ്റർ ഇറ്റ്, അതിന്റെ പുറകെ പോകണം എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിലൈറ്റ് ടു. ഡിലൈറ്റ്, ഇവിടെ ഡിലൈറ്റ് നൗൺ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓരോന്ന് രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടല്ല വന്നേക്കുന്നത്, ഇവിടെ നൗൺ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ നൗണിന് ശേഷം ഡിലൈറ്റ് ടു ആണ്, ഡിലൈറ്റ് ടു എന്ന് പറയുന്നത്. ഓക്കെ, യാ, ഓക്കെ ആണല്ലോ. യു കാൺ വെയിറ്റ് ഫോർ ഇൻസ്പിറേഷൻ ബട്ട് ഹാവ് ടു ഗോ ആഫ്റ്റർ ഇറ്റ് വിത്ത് എ ക്ലബ്. അതാണ് കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. സ്പൂൺ ഫീഡിംഗ് ഓൺ ദ ലോങ് റൺ ടീച്ചേഴ്സ് വി നത്തിങ് ബട്ട് ഷേപ്പ് ഓഫ് ദ സ്പൂൺ. സ്പൂൺ ഫീഡിംഗ് ഓൺ ദ ലോങ് റൺ ടീച്ചേഴ്സ് വി നത്തിങ് ബട്ട് ഷേപ്പ് ഓഫ് ദ സ്പൂൺ. Spoon feeding on the long run teaches us nothing but shape of the spoon. Spoon feeding in the long run, on the long run mari, in the long run I, teaches us nothing but shape of spoon. Spoon feeding in the long run teaches us nothing but the shape of the spoon. Spoon feeding on the long run teaches us nothing but the shape of the spoon. ഏതാണ് correct? ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് എന്ന് പറയണേ. എൻജെ കറക്റ്റ് അല്ലേ? ഗോ ആഫ്റ്റർ ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ കിട്ടിയ അതിന്റെ പുറകെ പോവുക. എന്താ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയേ, അതിന്റെ പുറകെ നമ്മൾ പോവുക. ഇഫ് യു ആർ ഇൻസ്പയർഡ് ബൈ എ മൂവി, ഗോ ഫോർ ഇറ്റ് പറയില്ലേ? അങ്ങനെ പറയുന്നേ, ഗോ ആഫ്റ്റർ ഇറ്റ്. അതാണ് ഇവിടെ ഏതാ വരുന്നേ? ഓൺ ദ ലോങ് റൺ ആണോ? ഓൺ ദ ലോങ് റൺ അല്ല, ഇൻ ദ ലോങ് റൺ. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്പൂൺ ഫീഡിംഗ് ഇൻ ദ ലോങ് റൺ ടീച്ചേഴ്സ് us nothing but shape of the spoon, but the shape of the spoon. തേർഡ് വണ്ണ കറക്റ്റ് കേട്ടോ. ചെറിയ വ്യത്യാസമുള്ളൂ. തേർഡ് വണ്ണ കറക്റ്റ്. സ്പൂൺ ഫീഡിംഗ് ഇൻ ദ ലോങ് റൺ ടീച്ചേഴ്സ് us nothing but the shape of the spoon, but the shape. സ്പൂണിന്റെ ഷേപ്പ്, ദ ഷേപ്പ് സ്പെസിഫിക് ആക്കി പറഞ്ഞേക്കുന്നു. ആൻസർ ഇസ് തേർഡ് വൺ. അടുത്ത് പിടിച്ചോ. നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് വൺ ആണെന്ന് തോന്നുന്നു. ഫിഫ്ത്ത് വൺ. യാ, you must cut all the flowers but you cannot kept spring from coming. ഇത് യൂസേജ് തെറ്റാ അല്ലേ? You may cut all the flowers but you cannot keep spring from coming. You have to cut all the flowers but you cannot keep spring from coming. You can cut all the flowers but you cannot keep spring from coming. You can cut all the flowers but you cannot kept spring from coming. ഇവിടെ വലിയൊരു എറർ ഉണ്ട്. cannot is a model. മോഡലിന് ശേഷം V1 വരാൻ പാടുള്ളൂ. ഇവിടെ V2 വന്നേക്കുന്നത്. അത് തെറ്റാണ്. നമുക്ക് V1 വരാൻ പാടുള്ളൂ. കീപ്പാണ് ഇവിടെ വരേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കാം. അവിടെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമേ തെറ്റ് വരുന്നിട്ടുള്ളൂ, കെപ്റ്റ്. ഓക്കെ, ബാക്കി എല്ലായിടത്തും കീപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കാം ബാക്കി എന്താണ് ഇവിടുത്തെ തെറ്റ് നോക്കാം. പിന്നെ ഇവിടെ മേ ആണ് വന്നേക്കുന്നത്, ഒരിടത്ത് ഹാവ് ടു ആണ് വന്നേക്കുന്നത്, ഒരിടത്ത് ക്യാൻ ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. നോക്കിക്കോ, ഒരിടത്ത് ക്യാൻ തന്നെ. പക്ഷെ ഇതൊരിക്കലും വരില്ലേ. കാര്യം എന്താ? കെപ്റ്റ് വരില്ല. കെനോട്ട് കെപ്റ്റ് വരില്ല, കെനോട്ട് കീപ്പ് വരുള്ളൂ. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏത് വരും? യു മേ കട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ബട്ട് യു കനോട്ട് കീപ് സ്പ്രിംഗ് ഫ്രം കമ്മിങ് ആണോ? ഓക്കെ 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 ഫൈൻ. ഏതാ ഇവിടെ? യു മേ കട്ടാണോ? അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. യു ക്യാൻ കട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ബട്ട് യു കനോട്ട് കീപ് സ്പ്രിംഗ് കമ്മിങ് ഫ്രം കമ്മിങ് അല്ലെ? യു കനോട്ട് കീപ് യു ക്യാൻ കട്ട് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് കട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ പാബ്ലോ നെരൂദ? യെസ് ഇറ്റ് ഈസ്. ബട്ട് യു കനോട്ട് കീപ് സ്പ്രിംഗ് ഫ്രം കമ്മിങ്. ദാറ്റ്സ് ഇറ്റ്. So moving on to next set. അടുത്ത സെറ്റ് പിടിച്ചോ. Given below is a sentence which is to be transformed and rewritten as indicated in brackets and there are 4 options given. Choose the one which cannot correctly transform to the given sentence. നോക്കാം.
ഇത് ഇച്ചിരി പാടാണ്, ശ്രദ്ധിച്ചോണേ. Many words having been spoken, peace was still unaccomplished. Change into ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുക. പാസീവ് വോയിസിലുള്ള ചോദ്യം തന്നേക്കുന്നേ, അതിന് നിങ്ങൾ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് തന്നേക്കുന്ന ഡിറക്ഷൻ. നോക്കുക. They spoke many words but did not accomplish peace. They have spoken many words but still did not accomplish peace. They had spoken many words but still did not accomplish peace. They speak many words but fail to accomplish peace. എന്താ പറട്ടോ. ഏത് വരും ഇവിടെ? Many words having been spoken, peace was still unaccomplished. ഹാവിങ് ബീൻ ആണ്. നോക്കിയേ, ഹാവിങ് ബീൻ്റെ അർത്ഥം എന്നാ? ഹാവിങ് ബീൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചേക്കുന്നത്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. പെയ്ഡ് ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അറിയാം പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്താ. അതിന്റെ പാസിവൈസേഷൻ ഹാവിങ് ബീൻ സ്പോക്കൺ, അതുകൊണ്ട് പാസിവൈസേഷൻ. അപ്പൊ എന്തായാലും ഹാവിന്റെ യൂസേജ് ഉണ്ട്, V3 ഫോം വരണം. ഹാഡ് V3 വരില്ല, പാസീവ് ആകുമ്പോൾ തെറ്റൂലല്ലോ, വേറെ ഒന്നിനും വരാൻ പറ്റില്ല. ആകെപ്പാടെ യോജിക്കുന്ന ഒരു പെർഫെക്റ്റ് ടെൻസ് ഉള്ളത് ഇവിടെ ഇതാ, ഹാവ് V3 ഫോം. ഹാവ് ആൻഡ് V3 ഫോം വരുന്ന ഇതാണ്. They have spoken many words but still did not accomplish peace. Peace was still unaccomplished. Was still accomplished എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, did not accomplish peace. That's it. Yes, it is. Second one ആണ്. അടുത്ത നോക്കിയോ. Hi there. Wait. I have been chasing you, said a stranger to me. Report this. Reported സ്പീച്ചിലോട്ട് മാറ്റാം. നോക്കണം. Hi there. I've been chasing you. Beckoning me, asking to wait, a stranger declared that he had been chasing me. A stranger wished me, held me back and announced that he was chasing me. A stranger spoke to me and halting me said that he has been chasing me. Beckoning me uncivilly and holding me back, a stranger audaciously declared that he had been chasing me. ഏതാണ് ഇവിടുത്തെ കറക്റ്റ് വരിക? പറയാട്ടോ, ഏതാണ് ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് വരണ്ടേ? പറഞ്ഞു ഏതാ വരെ ഇവിടെ? റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോഴേ മാറ്റം വരണം. ഐ ഹാവ് ബീൻ വരുമ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ അല്ലേ? അതെങ്ങോട്ടേക്ക് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറണം. ടെൻസ് മാറണ്ടേ? കാര്യം സെഡ് അല്ലേ വന്നേക്കുന്നത്, അപ്പോൾ എന്തായാലും ടെൻസ് മാറണം. അപ്പോൾ നോക്കിക്കോ, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഹി വാസ് ചേസിങ് മീ തെറ്റ് അല്ലേ? ഹി വാസ് ചേസിങ് മീ എന്നുള്ള ഓപ്ഷൻ ഇവിടെ തെറ്റാ. ഹി വാസ് ചേസിങ് മീ വരില്ല. പിന്നെ ഹാസ് ബീൻ ചേസിങ് മീ, ഹി ഹാസ് ബീൻ ചേസിങ് മീ വരില്ല. രണ്ട് ഓപ്ഷൻ ഉള്ളൂ, ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഹാസ് ബീൻ ചേസിങ്ങും വരില്ല, വാസ് ചേസിങ് വരില്ല. ഹാഡ് ബീൻ ചേസിങ് വരണം. ഇവിടെയും ഹാഡ് ബീൻ ചേസിങ് ആണ്, ഇവിടെ ഹാഡ് ബീൻ ചേസിങ് ആ. ബെക്കണിങ് മീ, ആസ്കിങ് മീ ടു വെയിറ്റ്, എ സ്ട്രേഞ്ചർ ഡിക്ലയർഡ്. വെയിറ്റ് ചെയ്യാൻ പറയുവാണോ ചെയ്തേ? ചോദിച്ചോ? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ? ക്യാൻ യു വെയിറ്റ് എന്ന ചോദ്യമാണോ? ആസ്കിങ് ആണോ? അല്ല, അത് ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 4 വരത്തുള്ളൂ. ഇവിടെ ആൻസർ ഏതാ വേണ്ടേ? ബെക്കണിങ് മീ അൺസിവിലി. ബെക്കൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക. ആൻഡ് ഹോൾഡിങ് മീ ബാക്ക്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹോൾഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഹോൾഡിങ് മീ ബാക്ക്. ആൻഡ് സ്ട്രേഞ്ചർ ഒഡേഷ്യസ്ലി ഡിക്ലെയർ ദാറ്റ് ഹി ഹാഡ് ബീൻ ചേസിങ് മീ. ഹി ഹാഡ് ബീൻ ചേസിങ് മീ ആണല്ലോ, അത് കറക്റ്റ് അല്ലേ? മാത്രമല്ല വെയിറ്റ് ചെയ്യാൻ ചോദിക്കുവാണ് ചെയ്തേ. ഹീസ് നോട്ട് ആസ്കിങ് മീ, ഹി ടോൾഡ് യു, ഹി ഡിക്ലയർഡ് ടു വെയിറ്റ്. വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്, ഡിക്ലയർ ചെയ്യുക ചെയ്തത്. ഇറ്റ്സ് ഡിക്ലറേഷൻ, വെയിറ്റ് അല്ലേ? അല്ല ചോദിക്കുവല്ല ചെയ്ത്, ആസ്കിങ് അല്ല ചെയ്ത്. സോ ആൻസർ ഇസ് 4th വൺ. കറക്റ്റ് ആണോ? ഒന്ന് നോക്കിക്കോണേ. കുറച്ച്
ടഫാണ്, ഒന്ന് പറഞ്ഞേക്കാം. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞേക്കാം. അടുത്ത പിടിച്ചോ. പ്രണബ് ടേൺ ഡൗൺ ദ ഓഫർ ഓഫ് ചീഫ് ഓഫ് ഗവൺമെന്റ്. ഹി വോണ്ടഡ് ടു ഹെൽപ് ദി war widows. ഇതില്ല കേട്ടോ, അതിൻ്റെ ടൈപ്പ് ആണ്. ഹെൽപ് ദി war widows. അത് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് റിജക്റ്റഡ് കണ്ടീഷണൽസിൽ. റിജക്റ്റഡ് കണ്ടീഷണൽ നിങ്ങൾക്കറിയാം, അത് റിജക്റ്റഡ് ആയ കണ്ടീഷണൽസിലോട്ട് മാറ്റുക. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, മീനിങ്ങിലോട്ട് വരണം. നെഗറ്റീവ് റിജക്റ്റ് ചെയ്ത രീതിയിലോട്ടും മീനിങ്ങിലോട്ട് വരണം. ആലോചിച്ച് നോക്കണേ. റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സേ നോ ടു സംതിങ് അല്ലേ, അതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ കണ്ടീഷണൽസ് നിങ്ങൾക്കറിയാം. ഹാഡ് പ്രണബ് നോട്ട് ടേൺ ഡൗൺ ദ ഓഫർ ഹി വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ഹെൽപ് ദ war widows. Had Pranab not turned down the offer, he would have helped the war widows. Has Pranab not turned down the offer, he would have helped the war widows. Has Pranab not turned down the offer, he would have been able to help the war widows. ഇതൊന്ന് ശരിക്കും നോക്കിക്കേ. നിങ്ങൾക്ക് 4 കണ്ടീഷണൽസ് അറിയാം. അതിൽ ഏതൊക്കെ കണ്ടീഷണൽസ് ഹാഡ് പ്ലസ് V3 ഉണ്ട്, ഹാസ് പ്ലസ് V3 ഉണ്ട് എന്നുകൂടെ നോക്കുക. ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് ബീൻ ആണോ, വുഡ് ഹാവ് V3 ആണോ, അതോ ഹാസ് പ്ലസ് V3 വന്നാലാണോ വുഡ് ഹാവ് V3 നോക്കുക. നോക്കിയിട്ട് പറഞ്ഞു ആൻസർ. ഇച്ചിരി ഡ്രൈ ആണ്, ആലോചിച്ച് നോക്കിയിട്ട് പറയണം. പക്ഷേ ഇച്ചിരി ഡ്രൈ ആണ്, ഇച്ചിരി ടഫാണ് ഈ പോർഷൻ. എന്നാലും ഓർത്ത് വെച്ചുള്ള കണ്ടീഷണൽസ് നമ്മൾ പഠിച്ചതാണ്. ഹാസ് പ്ലസ് V3 വരുന്നുണ്ടോ കണ്ടീഷണൽസിൽ? ഏതെങ്കിലും കണ്ടീഷണൽസ് ഹാസ് പ്ലസ് V3 വരുന്നുണ്ടോ? 4 കണ്ടീഷനുള്ളൂ. 0 കണ്ടീഷണൽസ്. സിമ്പിൾ പ്രസന്റ് തുടങ്ങുന്നു, നെക്സ്റ്റ് പാറ്റേൺ, നെക്സ്റ്റ് ഇതിലും ക്ലോസിലും സിമ്പിൾ പ്രസന്റ്, 0 കണ്ടീഷണൽ. പിന്നെ നമുക്കുള്ളത് ഫസ്റ്റ് കണ്ടീഷണൽ. സിമ്പിൾ പ്രസന്റ് തുടങ്ങുന്നു, വിൽ, ഷാൽ അല്ലെങ്കിൽ V1, അതായത് ഫ്യൂച്ചറിൽ കാണിക്കുന്നു. പിന്നെ ഉള്ളത് സിമ്പിൾ പാസ്റ്റിലൊരു ക്ലോസ്, അടുത്ത ക്ലോസ് വുഡ് പ്ലസ് V1. പിന്നെ ഉള്ളത് നമുക്ക് ലാസ്റ്റ് ഉള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റിൽ തുടങ്ങുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റിൽ തുടങ്ങുന്ന കണ്ടീഷണൽസ് ഉണ്ടോ? നമുക്കുണ്ടോ? പ്രസന്റ് പെർഫെക്റ്റ് തുടങ്ങുന്ന കണ്ടീഷൻസ് ഉണ്ടോ? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് തുടങ്ങുന്ന കണ്ടീഷൻസ് ഇല്ല. ഹാസ് പ്രണബ് ഉണ്ടോ? ഇല്ല. ഹാസ് പ്രണബ് ടേൺ ഡൗൺ വരുമോ? ഇത് രണ്ടും ഇല്ല. നമുക്ക് ആകെ ഓപ്ഷൻ 1 and 2 ആണോ? അതിൽ ഏതാ വരിക? 1 and 2 മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. ഏതായിരിക്കും കറക്റ്റ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. തേർഡ് വൺ വരില്ല. തേർഡ് വൺ ഒരിക്കലും വരില്ല ലാവണ്യ. എന്തുകൊണ്ടാ? ഹാസ് വെച്ചിട്ട് കണ്ടീഷണൽസ് ഇല്ല കേട്ടോ. ഹാസ് പ്ലസ് V3 വെച്ച് കണ്ടീഷണൽസ് ഇല്ല കേട്ടോ. സോറി, പറഞ്ഞു. നോക്കിക്കേ ഇവിടെ ഇങ്ങനെ എന്നാ പറഞ്ഞേ? ഹി വോണ്ടഡ് ടു ഹെൽപ്പ് എന്നാ പറഞ്ഞേ. ഹി വോണ്ടഡ് ടു ഹെൽപ്പ്. പ്രണബ് ടേൺ ഡൗൺ ദ ഓഫർ. ഹി വോണ്ടഡ് ടു ഹെൽപ്പ്. അതായത് ഹാഡ് പ്രണബ് നോട്ട് ടേൺ ഡൗൺ ദ ഓഫർ ടേൺ ഡൗൺ ചെയ്തില്ല. ഇഫ് ഹി ഹാഡ് നോട്ട് ടേൺ ഡൗൺ ദ ഓഫർ ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് ആണോ? അവൻ ഹെൽപ്പ് ചെയ്തേനേന്നാണോ അതോ അവന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേനേന്നാണോ? അവന്റെ ആഗ്രഹം ഇവിടെ പറയുന്നുള്ളൂ. ഹി വോണ്ടഡ് ടു ഹെൽപ്പ് ദ war widows എന്നാ പറയുന്നത്. ഹാഡ് പ്രണബ് നോട്ട് ടേൺ ഡൗൺ ദ ഓഫർ ഹി വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ഹെൽപ്പ് ആണോ അതോ ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് ആണോ വരണ്ടേ? ആൻസർ ഇവിടെ എന്താ വരണ്ടേ? ഹി വുഡ് ഹാവ് ബീൻ ഏബിൾ ടു. ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേനെ. അവൻ ഹെൽപ്പ് ചെയ്തേനെന്നല്ല, അവന് ഹെൽപ്പ് റിജക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. സാധിച്ചേനെ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നേനെ എന്ന. വുഡ് ഹാവ് ബീൻ ഏബിൾ ടു. ഹാവ് കഴിഞ്ഞിട്ട് V3 ഉണ്ട്. ഹാവ് കഴിഞ്ഞിട്ട് V3 വരുന്നുണ്ട്. വുഡ് ഹാവ് ഹെൽപ്ഡ് അല്ല, അവൻ ഹെൽപ്പ് ചെയ്തേനല്ല, ഹെൽപ്പ് ചെയ്യാൻ അവന് സാധിച്ചേനെ എന്നാ വേണ്ടത്. ആൻസർ ഇസ് 1. ഓക്കെ, അടുത്ത പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. നമുക്ക് കുറച്ച് ഫ്രേസസും സെന്റൻസും സെഗ്മെന്റ്സും യൂട്ടിലൈസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതിലെ 1 വേർഡ് കണ്ടുപിടിക്കാം. ഓക്കെ, 1 വേർഡ് കണ്ടുപിടിക്കാം. നോക്കിക്കോ. ഇറ്റ്സ് ടൈം ടു ഡു away with all these old tax records and clean up your bedroom. It's time to discard all these old tax records and sweep your bedroom. It's time to discard all these old tax records and tidy up your bedroom. It's time to reject all these old tax records and straighten your bedroom. It's time to dismiss all those tax records and empty your bedroom. ഏതാ വരിക? എല്ലാ ഓപ്ഷനും ഒന്ന് കൃത്യമായിട്ട് നോക്കണേ. ഒന്ന് ഡു അവേ വിത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ്, അല്ലെങ്കിൽ ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ് ചെയ്യുക, ഡിസ്കാർഡും ടൈഡി അപ്പും, റിജക്റ്റ് ചെയ്യുക,
സ്ട്രെയിറ്റൻ ചെയ്യുക ഓർ ഡിസ്മിസ് ചെയ്യുക, എംറ്റി ചെയ്യുക. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇറ്റ്സ് ടൈം ടു ഡിസ്കാർഡ് ആണോ ആൻഡ് സ്വീപ്പ് യുവർ ബെഡ്റൂം ആണോ? ഇറ്റ്സ് ടൈം ടു ഡിസ്കാർഡ് ആണോ ടൈഡി അപ്പ് യുവർ ബെഡ്റൂം ആണോ? ഇറ്റ്സ് ടൈം ടു റിജക്റ്റ് ആണോ അതോ സ്ട്രെയിറ്റൻ യുവർ ബെഡ്റൂം ആണോ? ഡിസ്മിസ് ആണോ എംറ്റി യുവർ ബെഡ്റൂം ആണോ? ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ട്രെയിറ്റൻ അല്ല, അല്ല സ്ട്രെയിറ്റൻ തെറ്റാണ്, എംറ്റിയും തെറ്റ്. ബെഡ്റൂം എംറ്റി ആക്കുക സ്ട്രെയിറ്റ് ചെയ്യാണോ? അല്ല. ഒന്നെങ്കിൽ ടൈഡി അപ്പ് ആണ് അല്ലെങ്കിൽ സ്വീപ്പ് ആണ്. ഏതായിരിക്കും അപ്രോപ്രിയേറ്റ്? ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ ടൈഡി അപ്പ്. ആൻസർ ഇസ് 2. ഇറ്റ്സ് ടൈം ടു ഡിസ്കാർഡ് ഓൾ ടാക്സ് റെക്കോർഡ്സ് ആൻഡ് ടൈഡി അപ്പ് യുവർ ബെഡ്റൂം. വൃത്തിയാക്കുക, നോട്ട് സ്വീപ്പ്, ടൈഡി അപ്പ്, ക്ലീൻ ആക്കുക. ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. My new dress fell apart in the washing machine and I called off the rest of my orders placed online. My new dress disintegrated in the washing machine and I cancelled. Maki. അടുത്തത് my dress collapsed in the washing machine and I cancelled. My new dress vanished. My new dress got stuck in the washing machine. ഏതാ ഇവിടുത്തെ വൺ വേർഡ്? ക്യാൻസൽഡ് തന്നെയാണ്, കോൾഡ് ഓഫ് ക്യാൻസൽ തന്നെ എല്ലായിടത്തും. ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി പോയി, ഡ്രസ്സ് കൊളാപ്സ് ആയി പോയി, വാനിഷ്ഡ് ആയി പോയി, ഗോട്ട് സ്റ്റക്ക് ആയി പോയി. ഏതാ കറക്റ്റ് വരെ? ഫെല്ലപ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫെല്ലപ്പോട്ട്. ഏതായിരിക്കും കറക്റ്റ് വരിക? പറഞ്ഞു, ഏതാണ് വരട്ടെ? ആപ്റ്റ് വേർഡ് പറയണേ, ഏത് വരണമെന്ന്. വാനിഷ് ആകുക എന്ന് പറഞ്ഞാൽ അത് കാണാതായി പോവാന്നാണ്. വാഷിംഗ് മെഷീനിൽ വെച്ച് കാണാതായി പോവുക, കൊളാപ്സ് ആയി പോവുക എന്നൊക്കെ പറയും നമ്മൾ. ഗോട്ട് സ്റ്റക്ക് പറയോ? ഏതാ ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം? ഡിസിൻറ്റിഗ്രേറ്റഡ് ആവുക. അതായത് ഡിസിൻറ്റിഗ്രേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചീത്തയായി പോയി അല്ലെ? ഫെൽ അപ്പോർട്ട്, അത് തന്നെ ഡിസിൻറ്റിഗ്രേറ്റ്. ദാറ്റ് മീൻസ് ബ്രേക്ക് മൊത്തം അത് കുളമായി, നശിച്ചു പോയി. കൊളാപ്സും വാനിഷ്ഡും ഗോട്ട് സ്റ്റക്കും അല്ല. ഡിസിൻറ്റിഗ്രേറ്റ് ആണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതേ ഒരു യൂസേജ് വരുന്നത് കേട്ടോ. അടുത്ത് പിടിച്ചോ. നെക്സ്റ്റ് വൺ. സെന്റൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 4 ABCD. ഒരെണ്ണത്തിൽ എറർ ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് എറർ നോക്കാം. ഇഫ് ലെൻഡിങ് മണി അപ്പ് ഇൻട്രസ്റ്റ് ഈസ് എ സിൻ, isn't borrowing to 1? ചോദ്യം. If lending money up interest is a sin, isn't borrowing to 1? പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു അവിടെ ഉണ്ടല്ലോ എൻജെ ആകപ്പാടെ സ്യൂട്ട് ഡിസിൻറ്റിഗ്രേറ്റ് എന്ന് ചെരുപ്പിനൊക്കെ നമ്മൾ പറയാം. നമ്മുടെ ഫുഡ് വെയർ അങ്ങനെ ഡ്രസ്സ് അങ്ങനെയുള്ള ഇതിനെല്ലാത്തിനും നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് പറയാൻ പറ്റും, അതിൽ തെറ്റില്ല. അത് നാശമാകുന്നവരെ എന്ന് പറയാം. നാശമാകാന്നേ അർത്ഥമുള്ളൂ. ബാക്കി വാനിഷ് ചെയ്യുക, ഗോഡ് സ്റ്റക്ക് ഒന്നും അതിൽ കറക്റ്റ് അല്ല. ആകെ ഡിസിൻറ്റിഗ്രേറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ ഓപ്ഷൻ കേട്ടോ. ആ അത് തന്നെ ലെൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇൻട്രസ്റ്റിന് പൈസ കൊടുക്കാന്ന് തന്നെയാ. അവിടെ ലെൻഡപ്പ് ഇൻട്രസ്റ്റ് എന്നല്ല പറയാ അല്ലേ? ലെൻഡപ്പ് ഇൻട്രസ്റ്റ് അല്ല. ലെൻഡപ്പ് കറക്റ്റാ. ഇഫ് ലെൻഡിങ് മണി അപ്പ്
ഇൻട്രസ്റ്റ് ആണോ? ഈ യൂസേജ് കറക്റ്റാ, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ലെൻഡിങ് അപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല, ലെൻഡ് പറഞ്ഞാലും കറക്റ്റാ. സോറി, ഇൻട്രസ്റ്റ് കട്ട് ചെയ്യണ്ട, ഇതിന് എന്ത് കട്ട് ചെയ്താ? ലെൻഡിങ് മണി ഫോർ ഇൻട്രസ്റ്റ് അല്ലേ? ഫോർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അറ്റല്ല ഇവിടെ കറക്റ്റ്, ഇവിടെ ഫോർ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ മതി. ഇൻട്രസ്റ്റിന് വേണ്ടി, പലിശയ്ക്ക് കൊടുക്കുക അല്ലെ, ഫോർ ഇൻട്രസ്റ്റ് എന്നാ പറയാ. ഓക്കെ, ഈസ് ഇൻ ബോറോയിങ് ടു വൺ. ആൻസർ എന്തായാലും ബി പാർട്ടാണ് കേട്ടോ, എറർ. സെക്കൻഡ് വൺ ആണ് തെറ്റ്. ഓക്കെ ഓക്കെ, ക്ലിയർ? ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ക്യാൻ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ് ബട്ട് നോർ എ ജഡ്ജ് at least in public. If lending money bote, one can question a judgment but nor judge at least in public. Nor a judge. ഇവിടെ സി പാർട്ട് തെറ്റ്. എന്താണെന്നറിയോ? ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? വൺ ക്യാൻ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ്, വേർബാ കൊടുത്തേക്കുന്നത്. ബട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു വേർബ് വരണം. ബട്ട് ഡോണ്ട് ബി എ ജഡ്ജ് അല്ലെ, അറ്റ്ലീസ്റ്റ് ഇൻ പബ്ലിക്. ക്വസ്റ്റ്യൻ ചെയ്തോ, ഒരു ജഡ്ജ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, പക്ഷെ ഡോണ്ട് ബി എന്നല്ലേ വരുള്ളൂ. കുറച്ചുകൂടെ മീനിങ് ഫുൾ ആവണമെങ്കിൽ ബട്ട് ഡോണ്ട് ബി എ ജഡ്ജ്, ഡോണ്ട് ജഡ്ജ് അല്ലെങ്കിൽ ഡോണ്ട് ജഡ്ജ് എന്ന് പറഞ്ഞാലും കറക്റ്റ്. പക്ഷെ ഇവിടെ എ ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡോണ്ട് ബി എ ജഡ്ജ് അറ്റ്ലീസ്റ്റ് ഇൻ പബ്ലിക് ആണ് വരേണ്ടത് കേട്ടോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Many can be said on both sides is a famous quotation from literature. Many can be said on both sides is a famous quotation from literature. അല്ല ആഗ്ന, നോറ് തന്നെ വരാം, നോറിന് തന്നെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? നോറ് തന്നെ വരും. നൈദറിന്റെ കൂടെ നോറേ വരത്തുള്ളൂ, പക്ഷെ നോറ് തന്നെയും വരാം, അതിനൊരു പ്രശ്നമില്ല. നോറുള്ളതുകൊണ്ട് നൈദർ വരണം നിർബന്ധമില്ല കേട്ടോ. അവിടെ നൈദർ നോർ വരില്ല. എന്താണെന്നറിയോ അഗ്ന? നൈദർ നോർ എങ്ങനെ വരിക? വൺ ക്യാൻ നൈദർ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ് ബട്ട് നോർ വരുവോ? വരില്ല. ആ യൂസേജ് തെറ്റാ. ബട്ട് കഴിഞ്ഞിട്ട് ഈ നോർ എന്നുള്ള യൂസേജ് വരില്ല ഓൾറെഡി, മനസ്സിലായോ? ബട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബട്ട് ഡോണ്ട് ബി എന്ന് പറയും, അങ്ങനെ വരുള്ളൂ. ബട്ട് കഴിഞ്ഞിട്ട് നോർ വരാറില്ല, ബട്ട് കേട്ടോ. അതാണ് വേറെ യൂസേജ്. ഇവിടെ വേറെ ഉണ്ട്, കുറച്ചധികം ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. ഇവിടെ ഏതാ വരണ്ടേ? എ പാർട്ട് എന്താണെന്നറിയോ? മച്ച് ക്യാൻ ബി സെഡ് ഓൺ ബോത്ത് സൈഡ്. ഒരുപാട് പറയാനുണ്ട് രണ്ട് വശത്തിലും, ഒരുപാട്. മെനി സെഡ് അല്ല, മച്ച് ക്യാൻ ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ് ഈസ് എ ഫേമസ് quotation ഫ്രം ലിറ്ററേച്ചർ. ബട്ട് നോട്ട് എ ജഡ്ജ് എന്ന് നോക്കിയാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നോട്ട് എ ജഡ്ജ് ഓക്കെ അല്ല. എന്നാന്നറിയോ? വൺ ക്യാൻ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ് ബട്ട് നോട്ട് എ ജഡ്ജ് അറ്റ്ലീസ്റ്റ് ഇൻ പബ്ലിക് എന്ന് പറയോ? ബട്ട് ഡോണ്ട് ബി എ ജഡ്ജ് അതല്ലേ കറക്റ്റ്. ബട്ട് നോട്ട് എ ജഡ്ജ് എന്ന് പറയുമ്പോൾ മീനിങ് കറക്റ്റ് ആണ്. നോക്കി, ഈ സെന്റൻസസ് കൊടുക്കുന്ന അത് തന്നെ വരണ്ടേ അടുത്ത ഫ്രേസിലും വരുമ്പോൾ. നോക്കി വൺ ക്യാൻ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ്. കേട്ടോ എനിക്ക് ശ്രദ്ധിക്കണേ. വൺ ക്യാൻ ക്വസ്റ്റ്യൻ എ ജഡ്ജ്മെന്റ്. ഒരാൾക്ക് ഒരു ജഡ്ജ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ജഡ്ജ് ആകാൻ പാടില്ല, അറ്റ്ലീസ്റ്റ് പബ്ലിക്കിൽ. അങ്ങനെ രണ്ടും വേർബ് ആയിരിക്കണം, വേർബ് കോംബോ ആയിരിക്കണം. അതാണ് കേട്ടോ ഇവിടുത്തെ ഓർക്കുക. മച്ച് ക്യാൻ ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്, അതാണ് കേട്ടോ, മെനി അല്ല. അടുത്ത നോക്കിയേ, ഫൈനലി കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് ഇഡിയംസും ഫ്രേസസും അല്ലെങ്കിൽ പ്രോവേർബ് വെച്ച് വരിക. പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇറ്റ് ഈസ് ഡാഷ് ടു ബി ടു ഹെൽപ്പ് ദാൻ ഓഫ് എ പിറ്റി. ആഫ്റ്റർ ഓൾ ആക്ഷൻ സ്പീക്സ് ഡാഷ് ദാൻ വേർഡ്സ്. പെട്ടെന്ന് പറയാമോ? രണ്ട് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞു വിടാം, വേഗം പറഞ്ഞു. It is dash to help than of a pity. After all, action speaks dash than words. It is dash to help than of a pity. It is good ആണോ, it is worse ആണോ, it is better ആണോ? ഓപ്ഷൻ ഇത് ഡി ആണ്. It is better to help than of a pity. After all, action speaks better than words. അല്ലേ? ബെറ്റർ ആണ് രണ്ടിടത്തും വരണ്ടേ അല്ലേ? അടുത്ത പിടിച്ചോ. Don't dash a dash by its cover. Don't buy a policy by its cover. Don't choose a dress by its cover. Don't gauge a magazine by its cover. Don't judge a book by its cover. ഏത് വരണം?
ഇതറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന അത്. Don't judge a book by its cover. Yes, it is. അടുത്ത question. A friend's dash is better than a fool's dash. A friend's tears is better than a fool's happiness. A friend's frown is better than a fool's smile. A friend's insult is better than a fool's tribute. A friend's no is better than a fool's yes. പറഞ്ഞോ. ഈ ഓപ്ഷൻ എന്താണെന്നറിയോ? ഈ ഓപ്ഷൻ ഇതാണ്. എ ഫ്രണ്ട്സ് ഫ്രൗൺ, തുറിച്ചുനോട്ടം, ഇസ് ബെറ്റർ ദാൻ എ ഫുൾ സ്മൈൽ. കേട്ടോ, മുഖംപാട്, ഫ്രണ്ടിന്റെ മുഖംപാടുന്ന കുറച്ചുകൂടി നല്ലത് ദാൻ ഫുൾ സ്മൈൽ. കേട്ടോ, ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അടുത്ത സെഗ്മെന്റ് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ബട്ട് വി ആർ നോട്ട് ഡിസ്കസിങ് ദാറ്റ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിവേ കുറച്ച് ഇതുള്ളൂ, എന്താണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, ആന്റണിംസ് സിനണിംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, വൊക്കാബ് ഒക്കെയാണ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. അതുപോലെ തന്നെ റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കേരള PSC ഷോർട്ട് സെലക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ പോകരുത്. റിജിൻ സാറിന്റെ ക്ലാസ് ഉണ്ട്. ഇപ്പൊ റിജിൻ സാർ വരും. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം. കേട്ടോ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരും ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ബൈ.